ആത്മാഭിമാനം വ്രണപ്പെട്ട് ദീപക് ആത്മഹത്യ ചെയ്തതിൻ്റെ വേദനയിലാണ് കേരളം. അതിനിടയിലാണ് പ്രതി ഷിംജിത മുസ്തഫ മുങ്ങി എന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. വിദേശത്തേക്ക് കടന്നോ എന്നാണ് സംശയം. സംഭവത്തിൽ ഉത്തരമേഖല DIG നേരിട്ട് അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. വ്യാജ കേസുകളിൽ പ്രതിയായി സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിതരായി സ്വന്തം കുടുംബത്തിൻ്റെ മുഖത്തുപോലും നോക്കാൻ കഴിയാത്തവരായി, മറുപടി പറയാൻ കഴിയാത്തവരായി, പഴികേട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരായി മരിക്കുന്ന പുരുഷന്മാരുടെ പട്ടിക നീളുകയാണ്. സ്ത്രീ കാർഡും ഇരവാദവും എല്ലായിടത്തും പുറത്തെടുത്ത് സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരിൽ ആദ്യത്തെ പേരല്ല ഷിംജിത മുസ്തഫ. ഇവളുടേത് അവസാനത്തെ പേരുമല്ല. പുരുഷ കമ്മീഷൻ രൂപീകരിക്കണമെന്ന ആവശ്യം സംസ്ഥാനത്ത് കൂടുതൽ ശക്തമാവുകയാണ്. പക്ഷേ ഇവിടെ ഉയരുന്ന സുപ്രധാനവും പ്രസക്തവുമായ ചോദ്യം മറ്റൊന്നാണ്. ദീപക്കിന് നീതി ഉറപ്പാക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കാകുമോ? ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ പൊതുവേദിയിൽ പ്രധാനമായി ഈ സ്ത്രീകൾ ഈ വിഷയത്തിൽ എന്ത് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തുക എന്നറിയാൻ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് സ്ത്രീകളെ കൂടി ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. ആ വിഷയത്തിൽ സ്ത്രീകൾക്ക് എന്താണ് കൂടുതൽ പ്രതികരിക്കാനുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ ദീപക്കിനെ സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. അദ്ദേഹം പലരോടും നടത്തിയ നല്ല പെരുമാറ്റങ്ങൾ ഇപ്പോൾ ശ്രദ്ധേയമായി വരികയാണ്. ബസ്സിൽ മോശമായി പെരുമാറിയെന്നാരോപിച്ച് യുവതി ചിത്രീകരിച്ച ഒരു ദൃശ്യം അയാളെ അത്രമാത്രം വേദനിപ്പിച്ചു. മാത്രമല്ല മുമ്പ് ഇതുപോലെ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരു സ്ത്രീയോട് സഹാനുഭൂതിയോടെ പെരുമാറിയ ദീപക്കിനെ ആ നാട് ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പരിസര പ്രദേശത്തിലുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്നവരാണ്. അപ്പോൾ നമുക്കിന്ന് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ നോക്കാം. പ്രധാനമായും സ്ത്രീ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളാണ് ഞാൻ നോക്കുന്നത്. ശരത്ത് ബാലരാംപുരത്ത് എന്നോടൊപ്പം ചേരുന്നു. ശരത്ത് കേൾക്കാമോ? എനിക്കൊന്ന് ശരത്തിൻ്റെ ടെലിഫോൺ ലൈനിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു. ഓക്കെ, സന്തോഷ് കാസർഗോഡ് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. സന്തോഷ്. ഹലോ. പറയും സന്തോഷ്, കേൾക്കാം. സാറേ, ഈ നടന്ന സ്ഥലം എന്ന് വെച്ചാല് രാമന്തളി പയ്യന്നൂർ റൂട്ടാണ്. അതായത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന റൂട്ട്. ആ റൂട്ടിലെന്ന് വെച്ചാൽ പ്രൈവറ്റ് ബസ്സാണ് ഉള്ളത്. നല്ല തിരക്കുള്ള ബസ്സുകളാണ് ആ റൂട്ടിൽ ഉള്ളത് തന്നെ. ഇപ്പൊ നമുക്ക് അതിന്റെ വീഡിയോയിൽ തന്നെ മനസ്സിലാവുന്നത്, അതില് ആ പെണ്ണ് ചിരിക്കുകയെന്ന് വീഡിയോ എടുത്തിട്ട് തട്ടുമ്പോ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ തന്നെ അവര് ആ പ്രതിയെ പിടിക്കുകയും അവിടെ ഒറ്റയാക്കി അവിടെ കണ്ടക്ടറും ഡ്രൈവറും ഇല്ലെങ്കിൽ കൂടെയുള്ള യാത്രക്കാർ സഹായിക്കാതിരിക്കുന്നില്ലോ. ഒരിക്കലും സഹായിക്കരുത്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ഇത് സംഭവമില്ല. അപ്പം ഇത് വൈറലാകാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഞാൻ ചോദിക്കട്ടെ, മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന മലബാർ എക്സ്പ്രസ്, മാവേലി എക്സ്പ്രസ്, ഇതിലൊക്കെ ജനറൽ കമ്പാർട്ട്മെന്റ് കയറിയിട്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ മടിയിൽ കിടന്നിട്ടാണ് സ്ത്രീകളൊക്കെ പോകുന്നത്. സ്ത്രീകളും പുരുഷന്മാരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. അത്ര ദീർഘയാത്ര ചെയ്യുമ്പോൾ ഇതൊന്നും ഒരു കുഴപ്പമല്ല, എങ്ങനെയെങ്കിലും ഇരിക്കണം. ഇതിപ്പം തൊട്ട അടുത്തേക്കുള്ള യാത്രയിൽ ഒന്നും മുട്ടി, ഞാൻ ചോദിച്ചിട്ട് വേഗത്തൊന്ന് മുട്ടി എന്ന് പറഞ്ഞ് അത് ഒരു പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ആ സ്ത്രീക്ക് അങ്ങനെ ഒരു തോന്നിയിരുന്നെങ്കിൽ അവിടെ നിന്ന് ഒരു പ്രശ്നം ആക്കിയിരുന്നെങ്കിൽ അവിടെ സംഭവം മാറും. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഈ സ്ത്രീ കൊടുത്തിട്ടില്ല, അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. പോലീസ് കണ്ടന്റ് ആർട്ടി റീൽസ് ചെയ്യുന്നതിന് മുമ്പേ, ഇൻസ്റ്റയിൽ ഇടുന്നതിന് മുമ്പേ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കട്ടെ സാറേ. ആ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ പോരെ? അവിടെ അടുത്താണല്ലോ, സ്റ്റാൻഡിന് അടുത്താണല്ലോ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഏതായാലും അങ്ങനെ ഒരു ആരോപണം അവിടെ ഉയരുന്നു. ഞാൻ ഈ വനിതാ പ്രേക്ഷകർ എന്ത് പറയുമെന്ന് അറിയാനായി കൂടുതൽ ആഗ്രഹിക്കുകയാണ്. ശിവദാസൻ ബാലരാമൻ വരുന്നു. വളരെ തിരക്കുള്ള ദിവസമാണ്. 1-2 വാക്കുകളിൽ, ചുരുങ്ങിയ വാക്കുകളിൽ. ആദ്യം എന്റെയും കുടുംബത്തിന്റെയും ദുഃഖം അദ്ദേഹത്തിന്റെ മരണത്തിൽ നമ്മൾ. ശരി, ഓക്കെ. ശ്രീ മുഹമ്മദ് മഞ്ചേരി, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം സാറേ. നമസ്കാരം. പിന്നെ ആ സ്ത്രീന്റെ പേരിൽ കേസെടുക്കണം. കേസെടുത്തിട്ടുണ്ട്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കേസെടുത്തിട്ടുണ്ട്. പ്രദീപ് ഇടുക്കിയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. പ്രദീപ്. അയ്യോ, പണ്ട് എനിക്കൊരു 10-17 വയസ്സുള്ളപ്പോ ഒരു തൊണ്ടിൽ പെണ്ണെടുത്തും കയറി പിടിച്ചു. ഞാൻ ഓടിച്ചെന്ന് കല്ലുമായിട്ട് അവനെ ഓടിച്ചു വിട്ടു. എന്നെക്കാരും പറയാൻ 10-22 വയസ്സുണ്ട് അവർക്ക്.
ഇപ്പൊ ഞാൻ ഇനി എല്ലാ പെണ്ണുങ്ങളും നമ്മൾ മിണ്ടാണ്ട് പോയാൽ മതി. കാരണം ഈ ഇതുപോലത്തെ പണി കാണിച്ചു കഴിഞ്ഞാലേ നമുക്ക് പെണ്ണുങ്ങളെ സഹായിക്കാൻ തോന്നുകയില്ല. ഉള്ള സത്യം പറയാമല്ലോ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. ഓക്കെ, അപ്പോൾ ഷക്കീല ബാനു എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, നമസ്കാരമെന്ന് എന്നോട് പിന്നെ സുനിൽ പറയുന്നു. ഒപ്പം ജയകുമാർ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ജയകുമാറിനോടൊന്ന് എനിക്കൊരു പ്രത്യേക നന്ദിയൊക്കെ പറയാനുണ്ട്. എനിക്കൊരു പേനയും ഒരു ഡയറിയും ഒക്കെ ശ്രീ ജയകുമാർ അയച്ചു തന്നിട്ടുണ്ട്. സാധാരണ നമ്മളങ്ങനെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ആളുകളുടെ കയ്യിൽ നിന്ന് അനുമോദനങ്ങളോ ഗിഫ്റ്റുകളോ ഒന്നും അങ്ങനെ വാങ്ങിക്കാത്തവരാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ജയകുമാറിൻ്റെ മകൾ വിദേശത്തു നിന്ന് അയച്ചു കൊടുത്തതെന്ന്. കാരണം അത് ഓസ്ട്രേലിയയിൽ നിന്നുള്ളൊരു ഡയറിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും ജയകുമാർ അത് മോൾ അയച്ചു തന്നത്, എനിക്ക് അയച്ചു തന്നത് അങ്ങേയറ്റം സന്തോഷകരമായൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഞാനുള്ള നന്ദിയും സ്നേഹവും ഒക്കെ ജയകുമാറിന് അറിയിക്കുകയാണ്. അപ്പം ജയകുമാറിനും അപ്പോൾ ഓസ്ട്രേലിയയിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൾക്കും ഒക്കെ പൊതുവേദിയുടെ ആശംസകൾ. ക്രിസ് എന്നോട് പറയുന്നു, ഹലോ മനു, പോൾ ലിങ്ക് ഒന്ന് സ്ക്രീനിൽ കാണിക്കാമോ? ലിങ്കിൽ കയറി വോട്ട് ചെയ്യാനായിരുന്നു എന്ന്. യൂട്യൂബിൽ കാണുന്നില്ല. യൂട്യൂബിലുണ്ട്. യൂട്യൂബിൽ നമ്മുടെ സൈറ്റ് എടുത്തിട്ട് അതിൽ ആ പോസ്റ്റുകൾ എന്ന് ചോദിക്കുന്നിടത്ത് ആ ലിങ്കുണ്ട്. ഓക്കെ, ആര് കൊന്നാലും വീഡിയോ റീച്ച് കൂട്ടി എങ്ങനെ പണം ഉണ്ടാക്കാം എന്നാണ് പലരും ചിന്തിക്കുന്നത് എന്ന് എന്നോട് സദാനന്ദൻ MK പറയുന്നു. വളരെ ദുഃഖകരം എന്നാണ് പറയുന്നത്. അക്വേറിയസ് പറയുന്നു, തൽക്കാലം മനുഷ്യേട്ട തൽക്കാലം ബസ്സിൽ യാത്ര ചെയ്യേണ്ട. ഹണി ട്രാപ്പുകാർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ഞാൻ പിന്നെ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം മിക്കവാറും അത് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോഴൊക്കെ വളരെ അതീവ ജാഗ്രത പാലിക്കണം എന്നാണ് അക്വേറിയസ് പറയുന്നത്. ഏതായാലും അക്വേറിയസിൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. കിഷോർ എന്നോട് നമസ്കാരം എന്ന് പറയുന്നു. ഗോളാന്തരം നമസ്കാരം എന്ന് പറയുന്നു. സുനിൽകുമാർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അങ്ങനെ പ്രേക്ഷകരുടെ ഒരു സന്തോഷ് വെള്ളരിക്കുണ്ട് എന്നോടൊപ്പം ചേരുന്നു. സന്തോഷ്, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം സാർ. നമസ്കാരം. മരിച്ച ദീപകിന്റെ കുടുംബത്തിന് എന്റെ ആദരാഞ്ജലികൾ ആദ്യം. വ്യക്തമാണ്. ഓക്കെ, അനീഷ എന്നോടൊപ്പം കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീമതി അനീഷ, കേൾക്കാമോ? ഇതൊരു സ്ത്രീയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിനെ സ്ത്രീകൾ എങ്ങനെ കാണുന്നു അനീഷ? ഇത് അവർക്ക് ദുരനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷെ അത് തെളിയിക്കാൻ അവർ കഴിയുന്നില്ല. ഇപ്പൊ അവർ മുങ്ങിയിരിക്കുകയാണ്. നിയമത്തോട് അവർ ഒളിച്ചു കളിക്കുകയാണ്. ഇത് പിടിക്കാൻ പോലീസിലാകുമെന്നാണ് വരുന്നത്. എന്താണ് അനീഷ ഈ സംഭവം പിടിച്ചേക്കും? കേരള പോലീസ് അല്ലേ പിടിച്ചേക്കും. പിടിക്കുന്നതിനൊന്നും ഒരു ഇതില്ല, എവിടെ പോയാലും പിടിക്കും. പക്ഷേ ഇത് കേസ് മുന്നോട്ട് പോവുകയില്ല. കാരണം സ്ത്രീകൾക്ക് കുറെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും ആവശ്യമില്ലാതെ കൊടുത്തിട്ടുണ്ട്. ഇക്വാലിറ്റി വേണമെന്ന് പറഞ്ഞാല് ഇക്വാലിറ്റി എല്ലാത്തിനും വേണം. പുരുഷന്റെ ഒപ്പം സ്ത്രീക്ക് ഇക്വാലിറ്റി വേണമെന്ന് പറഞ്ഞ് ഞാൻ സ്ത്രീയാ പറയുന്നിടത്ത് പുരുഷന് ഇക്വാലിറ്റി ഇല്ല. അതാ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. നിങ്ങൾ തന്നെ ഈ ചാനലില് കൂടുതലും മിക്ക ചാനലുകളിലും കാണിക്കുന്നത് ആ സ്ത്രീയുടെ മാറത്തിങ്ങനെ ഒരയുന്ന വീഡിയോ. അതേസമയം ആദ്യത്തെ ഷോട്ട് നിങ്ങൾ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ സ്ത്രീയുടെ മുഖം ബ്ലർ ചെയ്താ കാണിക്കുന്നത്. ഇവിടെ ആരാ? നിങ്ങൾ തന്നെ പറ, ആരാ? ആ പുരുഷനാ. നിങ്ങൾ ആ പുരുഷനെ മാക്സിമം ചാനലുകളിൽ മൊത്തം മുഖം കാണിച്ച് ഇന്ന വിഷയത്തിന് ആ വ്യക്തി മരണപ്പെട്ടതെന്ന് മനസ്സിലാക്കിയിട്ട് കൂടി ഇതേന്നുള്ള ഒരു അനുകമ്പ പോലും കാണിക്കാതെ സകല ചാനലുകളിലും ആ മനുഷ്യന്റെ മുഖം എടുത്ത് കാണിച്ച് അവളുടെ മുഖം ബ്ലർ ചെയ്ത് കാണിക്കുക. എവിടെ ഇക്വാലിറ്റി? ഇവിടെ എന്താ? നിങ്ങൾ ഈ മീഡിയ തന്നെയാ ഇത്രയും സ്ത്രീകൾക്ക് പവർ കൊടുത്ത് ആ വരുന്ന ഒരു വിഷയം, അവര് കൊടുക്കുന്ന ഒരു കേസ് കറക്റ്റ് ആണോ അതോ കള്ളവാണോ എന്ന് പോലും നോക്കാതെ അവർക്ക് മുൻതൂക്കം കൊടുത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ നിയമവും ഇവിടെ ഉള്ള ആൾക്കാരും തന്നെയാ. ഇതിന്റെ സത്യാവസ്ഥ ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. ഇത് ട്രെൻഡാ. സോഷ്യൽ മീഡിയയെ വൈറലാകാനുള്ള ട്രെൻഡാ. ഇത് മനസ്സിലാക്കി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന എന്തോ ഒരു വലിയ ഓസ്കാർ സമ്മാനം കിട്ടിയ പോലെ ചിലർക്ക് തോന്നുന്നു. അങ്ങനെയാണോ? ഓസ്കാർ സമ്മാനം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇത് ഇത്രയും ഇതിന്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ ഇതിനു മുമ്പ് പല കാര്യങ്ങൾ അബ്സ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇതിനു മുമ്പ് ഒരു ആഴ്ചക്ക് മുമ്പ് ഇതേപോലെ ഒരു സംഭവം നടത്തി. അയാളുടെ മുഖം ബ്ലർ ചെയ്ത് ആ സ്ത്രീ കാണിച്ചത് കൊണ്ട് അയാൾ ഇന്ന് ജീവനോടെ ഓടിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഇതിന്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കി അതിനൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ യുവാവിന്റെ മരണം ഇവിടെ നടക്കുകയില്ലായിരുന്നു. ഇതിനെ ആദ്യം ആൾക്കാർ പൊക്കി കൊണ്ടുവന്ന് ഇത് ഇത്രയാക്കി. ഏറ്റവും വലിയ വിഷയം, ഏറ്റവും വലിയ കൊടുംചതി, മരിച്ചു കഴിഞ്ഞു ആ മനുഷ്യന്റെ മുഖം കാണിക്കുന്ന, ആ ഇരയുടെ മുഖം കാണിക്കുന്ന സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. ഇര അതിജീവിതനും ഉണ്ട് ഈ ലോകത്ത്. സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ
ഇത് നേരെ തിരിച്ച് ആ പുരുഷന്റെ ഇതിൽ ആ പുരുഷൻ തോണ്ടിയെന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഇവിടെ വിഷയം? എന്തായിരുന്നേനെ? ഇതിപ്പോ സത്യാവസ്ഥ ആ വീഡിയോയിലൂടെ ജനങ്ങൾക്ക് മൊത്തം മനസ്സിലായി. ആ മനുഷ്യൻ ജീവൻ വെടിഞ്ഞതുകൊണ്ട് ഇന്ന് ആ മനുഷ്യന് വേണ്ടി എല്ലാ ആൾക്കാരും സംസാരിക്കുന്നു. നേരെ തിരിച്ച് ഇന്ന് ആ മനുഷ്യൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ പോലും ആ മനുഷ്യന് വേണ്ടി സംസാരിക്കാനാ, അയാളെ കൊത്തി വലിച്ചേനെ. ഇന്ന് ജീവൻ തനിക്ക് നീതി ഉറപ്പാക്കാൻ ഈ മനുഷ്യൻ അല്ലേ ജീവൻ കൊടുക്കേണ്ടി വന്നു. ഓരോ പുരുഷന്റെ അവസ്ഥ അങ്ങനെയാ, സ്വന്തം ജീവൻ വെടിയേണ്ടി വരും ആ മനുഷ്യന്റെ നിരപരാധിത്വം തെളിയിക്കാൻ. അതേസമയം ഇനി ഇത് ലാസ്റ്റ് ആകണം, ഇത് ലാസ്റ്റ് ആകണം. ഇനി ഒരുത്തികളും ക്യാമറയും കൊണ്ട് ഇവിടുമാർക്കും ബസ്സിലും മറ്റുള്ള വണ്ടികളിലും കയറുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടുമാർ ഒന്നിനെ പടക്കെട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാഹനം വാങ്ങട്ടെ. 50 രൂപ 1000 രൂപ 10000 രൂപ കൊടുത്താൽ മതി, EMI വാഹനം കിട്ടും, അതിൽ പോകട്ടെ. അല്ലാതെ വണ്ടി വാഹനത്തിൽ പോയാൽ അതിന്റെതായ തിക്കും തിരക്കുകളും ഉണ്ടാവും. അതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. ഇത് എത്രയായി? ശരി, അപ്പൊ കൃത്യമാണ്, അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ ഗോളന്തര എന്നോട് പറയുന്നു, ഇമെയിൽ അയച്ചാൽ കേസെടുക്കുന്ന ഇരയുടെ രക്ഷകൻ മുഖ്യമന്ത്രി ഇതൊന്നും കാണുന്നില്ലേ, നാട്ടിലുണ്ടോ അവോ എന്നൊക്കെ എന്നോട് പരിഹാസപൂർവ്വം ചോദിക്കുന്നുണ്ട്. എപ്പോഴാണ് ഞാൻ രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുന്നത്? പുരുഷന് വേണ്ടി വാദിക്കാൻ ആരുമില്ല. രാഹുൽ ഈശ്വർ അക്വറിയസ് അനീഷയെ പിന്തുണയ്ക്കുന്നു, തംസപ്പൊക്കെ ഇടുന്നു. അപ്പോൾ അനീഷയ്ക്ക് കൂടുതൽ പിന്തുണ കിട്ടുകയാണ്. ആത്മഹത്യാ പ്രേരണ മാത്രം എടുത്താൽ പോരാ, ഹണി ട്രാപ്പ് കേസും കൂടി എടുക്കണം എന്ന ആവശ്യമുണ്ട്. അപ്പോൾ നീരജ് നൈസ് പോയിന്റ്, ചേച്ചി ഗംഭീരം പ്രതികരണം എന്ന് പറഞ്ഞ് അനീഷയെ പുകഴ്ത്തുന്നുണ്ട്. അപ്പം ശ്രീമതി ഗിരിജ, സ്ത്രീകൾക്ക് അമിത പ്രാധാന്യം മാധ്യമങ്ങൾ കൊടുക്കുന്നു, നിയമങ്ങൾ കൊടുക്കുന്നു എന്നാണ് മറ്റൊരു ഇപ്പോൾ ഒരു പ്രേക്ഷക അനീഷ പറയുന്നത്. ശ്രീമതി ഗിരിജ എന്ത് കരുതുന്നു? തീർച്ചയായും അങ്ങനെ തന്നെയല്ലേ. ആണോ? ഈ സ്ത്രീ ഒരുമ്പിട്ടാലെന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഇപ്പൊ ഈ സ്ത്രീകൾ എന്ത് എന്ന് പറഞ്ഞാലും പുരുഷന്മാർ ചെയ്തത് ശരിയാണോ തെറ്റാണെന്നൊന്നും നോക്കണില്ല, അവർക്കെതിരെ കേസെടുക്കുക, ഇവരെ അങ്ങോട്ട് വാഴ്ത്തിപ്പാടുക. ഇതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഇതെന്താ ഈ കേരളത്തിൽ നടക്കണേ? അത് നടക്കാതിരിക്കണേ എങ്ങനെയാ? ഒരു ഇലക്ഷൻ വരുമ്പോ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് ആണുങ്ങളെ ആരെങ്കിലും അവരെ പീഡിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് കേസുണ്ടാക്കുക. ഇത് ഇവര് കണ്ടുപിടിക്കുകയല്ലേ? ഇവർക്കറിയാം ഞങ്ങൾ എന്ത് കേസുണ്ടാക്കി കൊണ്ട് ചെന്നാലും ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടും എന്നവർക്കറിയാം. അങ്ങനെ പറഞ്ഞു കൊണ്ടുവന്ന് ഓരോരുത്തരെ ഇലക്ഷൻ നിർത്തും, അല്ലെങ്കിൽ അവർക്ക് കാശ് കൊടുക്കും. സരിത തന്നെ ചെയ്തത്. ഇപ്പൊ സരിത എന്തായി? ആ ഉമ്മൻചാണ്ടി വല്ലതും ചെയ്തിട്ടാണോ? ഈ ലോകം മുഴുവൻ ആൾക്കാർ മുഴുവൻ വിശ്വസിച്ചില്ലേ? വിശ്വസിച്ചാൽ ഞങ്ങളാരും വിശ്വസിച്ചില്ല, എന്നിട്ട് അവര് തോറ്റുപോയില്ലേ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ സ്ത്രീകൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഇതാണ് ഈ സ്ത്രീകളെ വളർത്തി കൊടുക്കുന്നത്. ഇത് ഈ നാടിങ്ങനെ നശിപ്പിക്കുന്നതിന്റെ ഒറ്റ കാരണം. ഇപ്പൊ എന്ത് വേണ്ട, ബസ്സിൽ പോകില്ല, ഇനി ആണുങ്ങൾക്ക് ബസ്സിൽ കയറാൻ പേടിയാ. ശരി, വ്യക്തമാണ്, അഭിപ്രായം കൃത്യവുമാണ്. അപ്പോൾ ഞാൻ നോക്കട്ടെ, നമുക്ക് കൂടുതൽ സ്ത്രീകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്നോട് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കും സബീന, നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ഇപ്പോൾ ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്തു ചെയ്യാൻ പറഞ്ഞിട്ട്, ഫോൺ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കോൾ ഡ്രോപ്പ് ആയത്. അങ്ങനെ സംഭവിക്കുന്നതല്ല, അത് ടെക്നിക്കൽ സ്റ്റാഗാണ്. അത് എന്തെങ്കിലും അവിടെ കണക്ട് ചെയ്യുമ്പോൾ കണക്ഷൻ മിസ്സായി പോകുന്നതാണ്. അപ്പോൾ ശ്രീമതി സബീന പേടിക്കാനില്ല, ഒന്നുകൂടെ വിളിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ശിവദാസൻ എന്നോട് പറയുന്നു മോട്ടീവ് ബിഹൈൻഡ് ഈസ് മേക്കിംഗ് മണി എന്ന് എന്നോട് പറയുന്നു. അപ്പോൾ ഇപ്പം നിറയെ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ്. ഉമേഷ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. നമുക്ക് നമ്മുടെ സ്ത്രീകൾക്ക് ഒരു നിയമ സംവിധാനത്തിന്റെ നല്ലൊരു പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം സംവിധാനങ്ങളൊക്കെ നമുക്കുള്ളത്. ദുരുപയോഗം ചെയ്യാണെന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? ഓക്കെ, വ്യക്തമാണ്. സന്തോഷ് കൂടി എന്നോടൊപ്പം തലശ്ശേരി ചേരുന്നു. സന്തോഷ് നീതിമായി കൊടുക്കണം, അത്രേ പറയാനുള്ളൂ. യെസ്, ഓക്കെ, നീതി ഉണ്ടാകണം. അത് അങ്ങയുടെ ആ അഭിപ്രായം വളരെ കൃത്യമാണ്. അത് നീതി നടപ്പിലായാൽ മാത്രമേ കേരളത്തിന് ഇനി ഇത് ആവർത്തിക്കാതിരിക്കൂ എന്ന് നമുക്ക് ഉറപ്പാനാക്കാനാവൂ. ജിൽസൺ കോഴിക്കോട് നിന്ന് എന്നോടൊപ്പം ചേരും. ജിൽസൺ, ചുരുങ്ങിയ വാക്കുകൾ. അതെ, എനിക്ക് പറയാനുള്ളത് ഇത് പലരും മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ വളരെയധികം മുന്നോട്ട് വരികയും അവര് വളരെ ഫോർവേഡായിട്ട് അവർക്ക് ഏത് രീതിയിൽ മുന്നോട്ട് വരാൻ പറ്റുന്നു. അതുപോലെ ഇപ്പൊ പുരുഷന് പണ്ട് ഒരു 10-20 വർഷം മുന്നുള്ള പോലെ മുന്നോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ബസ്സിലൊന്നും കയറി കഴിഞ്ഞാൽ ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടതാണ്. എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളൊരിക്കൽ ആ മുന്നിലിരിക്കുന്ന സ്ത്രീയുടെ മുടി ഇച്ചിരി ഇരുന്നുണ്ടല്ലോ, ഇരുമ്പിന്റെ ആ പിടിക്കുന്ന ഹോൾഡർ, അതുമ്പോൾ വന്നപ്പോ തന്നെ പുള്ളി മുൻകൂട്ടി പറയാണ് അങ്ങോട്ട്, ദയവ് ചെയ്ത് ചേച്ചി ഇതാ മുടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇനി ഞാനൊരു അതുമ്മ സ്പർശിച്ചു, അത് വേണ്ട മുടി മുന്നോട്ടേക്ക് മാറ്റൂ എന്ന് അയാൾ പറയുന്ന ഒരു ഗതികേട്. അതായത് അപ്പം എങ്ങനെ തൊട്ടാലും. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു രാഹുൽ ഈശ്വർ പറയുന്ന ഒരു 10% കാര്യങ്ങളെങ്കിലും ശരിയാണെന്ന്
രാഹുൽ ഈശ്വറിന്റെ പുരുഷ കമ്മീഷൻ അത്യാവശ്യമാണെന്നാണ് താങ്കൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്നോടൊപ്പം ശ്രീമതി സെബീന ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ശ്രീമതി സെബീന, ഞാൻ ഇന്ന് കൂടുതൽ ഈ സ്ത്രീകളുടെ പ്രതികരണം ഇതിൽ എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാരണം അപ്പോൾ വലിയ ഒരു വാദം വരുന്നുണ്ടല്ലോ, രാഹുൽ ഈശ്വറും അങ്ങനെയുള്ള ആളുകളൊക്കെ പുരുഷ കമ്മീഷൻ വേണം എന്ന് പറയുന്നു, സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു എന്ന് ഉള്ള ഫെമിനിസ്റ്റുകളുടെ ഒരു വാദമുണ്ട്. അപ്പോൾ സ്ത്രീകൾ എന്താണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്നതെന്നാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രീമതി സെബീനയ്ക്ക് ഇത് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഇതില് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സോഷ്യൽ മീഡിയ മാനിയ, ഒരു മാനിയാക്കായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇപ്പൊ കാണുന്നത്. അതിപ്പോ എങ്ങനെയെങ്കിലും റീച്ച് ലൈക്ക് ഒക്കെ കിട്ടി അങ്ങനെ തിളങ്ങാം എന്ന രീതിയിലാണ് ആളുകൾ. ഒരു മാനിയ പോലെയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടുക. ഇവർക്ക് ഇതുമായിട്ട് ചേർന്ന് ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ആൾക്കാർക്ക് സംശയം തോന്നും. പിന്നെ കേരളത്തിൽ മാത്രമാണ് മറ്റൊരാൾ എന്നോട് പറഞ്ഞത് ഫോളോവേഴ്സ് കുറഞ്ഞാലൊക്കെ വലിയ നാണക്കേടാന്നാ പറയുന്നത്. 10,000-2,000 ഫോളോവേഴ്സ് ഉള്ളെങ്കിൽ ഇത്രയേ ഉള്ളെന്നൊരു ഇതൊരു കുറവ് പോലെയാണ്. അപ്പൊ അങ്ങനെ റീച്ച് കൂട്ടുക, ആളെ കൂട്ടുക. ആക്ച്വലി ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള വേർതിരിവ്, ആണുങ്ങൾ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇരിക്കുന്ന സീറ്റിൽ പുരുഷന്മാർക്ക് ഇരിക്കാൻ പാടില്ല, കേരളത്തിന് പുറത്ത് ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളൊക്കെ കേരളത്തിന് പുറത്ത് ഒരുപാട് ഞങ്ങൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളവരാണ്. അവിടെയൊന്നും ഇങ്ങനെ സ്ത്രീ ഇരിക്കുന്ന സീറ്റിൽ പുരുഷൻ ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ദേഹത്തൊന്ന് മുട്ടിയാൽ തന്നെ ഇവിടെ വലിയ ഭയങ്കര ഒഫൻസ് ആണ് എന്നുള്ള രീതിയിലൊന്നും അവിടെ ആരും അതൊന്നും കണക്കിലെടുക്കാറേ ഇല്ല. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കേട്ടാൽ ഉണ്ട്, ഇല്ലാണ്ടല്ല. പക്ഷെ ഇതില് അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള പ്രശ്നം അപ്പൊ തന്നെ നമുക്ക് പ്രതികരിക്കാമല്ലോ. നമുക്ക് ഇഷ്ടപ്പെടാത്ത അത്രയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ അപ്പൊ തന്നെ പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂടെ ആരും ഉണ്ടാവണമെന്നൊന്നുമില്ല, ആരും നമ്മളെ ഫേവർ ചെയ്യത്തൊന്നുമില്ല, എല്ലാവരും മിണ്ടാണ്ടിരിക്കത്തേ ഉള്ളൂ കേരളത്തിലെ ഒരു സ്ഥിതി വെച്ചിട്ട്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. പക്ഷെ നമ്മളിതിനെ ഒരു വിചാരണ പോലെ സൈബർ എടുത്തിട്ട് ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല. വീഡിയോ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് നമ്മൾ അതിനെ ഇട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന കമന്റ്സ്. അപ്പൊ ഇതില് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന കമന്റ്സ് ആക്ച്വലി അത് നോക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ അത്രയധികം വളരെ മോശമായിട്ടുള്ള, നമ്മൾ ഭയങ്കര പ്രബുദ്ധ കേരളം എന്ന് പറയുകയാണെങ്കിലും അസഭ്യം മാത്രം പറയാൻ അറിയുന്ന ഒരു വിഭാഗത്തെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണമാണ് ഇതിനെല്ലാത്തിനും കാരണം. അപ്പൊ ഇതിനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻ വരണം. എന്തും വീഡിയോ എടുത്ത് നമുക്ക് എന്തും ഇടാം, നമുക്ക് എന്തും, അതാണ് ഇവിടുത്തെ രീതി. സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നന്നായിട്ട് അതിനെ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് ഇനി ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരും. കാരണം അത്രയധികം ഇനിയിപ്പോ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഇതിലൊക്കെ കുറച്ചുകൂടെ ഒരു പക്വത വേണം. ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഇതിൽ കമന്റ് ചെയ്യുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഇതിൽ ഈ പ്രതികരിക്കുന്ന രീതിക്ക് വരെ ഒരു പക്വത വേണം. പിന്നെ എന്തിനാണ് ഈ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് ഈ വീഡിയോ മൊബൈൽ ഫോണൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മളെ ആരെങ്കിലും മുട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ വീഡിയോ എടുത്തിടേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത്രയ്ക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോഴത്തെ ഇവർ പറയുന്ന ഇക്വാലിറ്റിയാണ്, നമുക്ക് ഭയങ്കര ബോൾഡ് ആണ്, നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആണ്, ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടൊക്കെ അല്ല, ഒന്നുമല്ലാന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. കാരണം അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ആയിട്ട് കയറി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ കോൺഫിഡൻസും ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും റെസിസ്റ്റ് ചെയ്യാനും ആ സെൽഫ് റെസിസ്റ്റൻസ് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. യെസ് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ശ്രീമതി സബീന ഒരു കൃത്യമായൊരു നിരീക്ഷണമാണ് ഈ വിഷയത്തിൽ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീമതി വിനീത എന്നോടൊപ്പം തൃശ്ശൂരിൽ നിന്നാണ് ചേരുന്നത് അല്ലേ? തൃശ്ശൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത് ശ്രീമതി വിനീത? നമസ്കാരം, ഞാൻ തൃശ്ശൂർ കോഴിപ്പുള്ളി എന്ന് പറയും, നടത്തറ ഗ്രാമപഞ്ചായത്തിലെ കോഴിപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് വിളിക്കുന്നത്. ഞാനിത് കാലത്ത് തൊട്ടത് ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പെങ്കുച്ച് കാണിക്കുന്ന തന്നെ മഹാവൃത്തികേടാ. ആ വീഡിയോ പിടിക്കുമ്പോ തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്ത് അവള് തന്നെ മുട്ടുന്ന രീതിക്കാണ് നിൽക്കുന്നത്. അത് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. ശരിക്കും പറഞ്ഞാ ഇത് എനിക്ക് പറയാൻ വിഷമം കൊണ്ടാണ് കിട്ടുന്നില്ല. കണ്ടാൽ തന്നെ അറിയാലോ. ശരിക്കും പറഞ്ഞാ അവളുടെ മാതാപിതാക്കളോട് പറയണം മക്കളെ മര്യാദയ്ക്ക് വളർത്താൻ. ആ പെങ്കുച്ചനെ വളർത്തുന്ന രീതി തന്നെ സെറ്റാ. അപ്പൊ ഏതായാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വിഷയത്തിൽ ഈ ചെറുപ്പക്കാരന്റെ കുടുംബം ഏക മകനാണ്. കുടുംബം നശിപ്പിച്ചില്ലേ? പറയുമ്പോ ഞാനും ഒരു പെണ്ണ, എനിക്കും ഉണ്ട് പെങ്കുച്ചുങ്ങള്. ഞാൻ എന്താ പറയാ, എനിക്ക് ആ അമ്മയുടെ കണ്ണീര് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. ഒരു കുടുംബം നശിപ്പിച്ചില്ലേ? ഒരു മൊബൈലും കൊണ്ട് കയറി ചെന്നിട്ട് ഒരു കുടുംബമാണ് നശിപ്പിച്ചത്. ഇവളുമാരുള്ളവരൊക്കെ സത്യം പറഞ്ഞ
ഇതിലൊരു നീതി നടപ്പിലാകും. ഈ ഇവരെ പിടികൂടുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഒക്കെ കൊണ്ടുവരിക തന്നെ വേണം സാർ, കൊണ്ടുവരാൻ തന്നെ വേണം. അവൾക്ക് അതിനുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കാൻ വേണം. ഞാൻ അവളൊന്ന് പ്രത്യേകിച്ച് പറയുന്നു, ആ പെൺകുട്ടി എന്നുള്ള അങ്ങനെ പറയാൻ പോലും ഒരു ഇതില്ല. ഒരു എന്താ പറയാ, ഒരു തിരിച്ച പെൺകുട്ടിക്കാണെങ്കിൽ എന്തൊക്കെ ഉണ്ടായേനെ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം മറ്റു ചിലർ കൂടി ചേരുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, ശ്രീ രാധാകൃഷ്ണൻ വൈറ്റില, ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്ക് ഇന്ന് ധാരാളം ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ ഒരു പ്രതികരണമാണ് കൂടുതൽ ഈ വിഷയത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് പലപ്പോഴും അവസരം കിട്ടാറില്ലെന്ന് പറയുന്നത് അവരെ കൂടി ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ട് നമുക്ക് അവർക്ക് കൂടുതൽ അവസരം കൊടുക്കാം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങ് നമ്മുടെ നമസ്കാരം. ഇത് ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, ഇതിനകത്ത് റീച്ച് കൂട്ടാനും പൈസ സമ്പാദിക്കാനും വേണ്ടി കാണിക്കുന്നുണ്ട്. കാരണം ആ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമാണ്. ചന്ദ്രൻ നായർ കൂടി എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ ചന്ദ്രൻ നായർ. സാർ നമസ്കാരം. സാർ വേഗം അവസാനിപ്പിക്കാം. സാർ ദീപക്കിന് നീതി കിട്ടണം, അത് അത്യാവശ്യം തന്നെയാണ്. കാരണം വെച്ചാൽ അയാൾ നിരപരാധിയാണ്. ഇതുവരെ അയാളെ ശ്രദ്ധിച്ചപ്പോഴാണ് അയാൾ നിരപരാധിയാണ് സാർ. സ്ത്രീകൾക്ക് കൂടുതൽ അവസരം കൊടുക്കാം സാർ. ഓക്കെ സാർ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബിനോയും കൂടി ഒരു വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രതികരിക്കാം. ബിനോയ്. നമസ്കാരം മനു. കാണിച്ചത് ഒരിക്കലും ശരിയായില്ല. മനുഷ്യ സമൂഹത്തിനെ മൊത്തം ഷിംഷിത ബുദ്ധിമുട്ടിലാക്കിയാണ്. എനിക്ക് പറയാനുള്ളത്, പുരുഷ കമ്മീഷൻ അത്യാവശ്യമാണ് നമ്മുടെ നാട്ടില്. ഇതുപോലെയുള്ള അവകാശവാദത്തോട് അല്ലെങ്കിൽ ആ ഒരു വാദത്തിന് കൂടുതൽ ശക്തി ലഭിക്കുകയാണല്ലോ. ശക്തി ലഭിക്കുകയാണ്. ഇതുപോലുള്ളവളുമാരെ റീച്ച് കിട്ടാൻ വേറെയും ഒരുപാട് പണികളുണ്ട് അവളുമാർക്ക് ചെയ്യാൻ. അങ്ങനെയുള്ളത് പോയി അവളുകളൊക്കെ ചെയ്യണം. ഒരു ചെറുപ്പക്കാരന്റെ കുടുംബം, അവന്റെ സമൂഹത്തിലുള്ള അംഗീകാരം, ഇതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഇവർക്ക് എന്ത് റീച്ച് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? ഇവർക്ക് കുടുംബമില്ല, ഇവക്കും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യവും ആണ്. അപ്പോൾ എന്നോടൊപ്പം കൂടുതൽ പ്രേക്ഷകർ ചേരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്ത്രീകളൊക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നു. നമ്മൾ മിനി ടീച്ചർ എന്താണോ എന്ന് വിളിക്കാതെ കിട്ടാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഗോളാന്തരം എന്നോട് പറയുന്നു, ഇന്ന് സ്ത്രീകൾക്കാണ് പരിഗണന കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ആണുങ്ങൾക്ക് അറിഞ്ഞുകൂടെ വിളിക്കാൻ പാടില്ല എന്ന്. അതെ, സാരമില്ല. അത് ചില ആളുകൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരില്ലേ, അപ്പോൾ അവർ അതിങ്ങനെ വിളിക്കും. ഒരു കാര്യം സത്യം, ഇവിടെ പുരുഷന്മാരുടെ ശത്രു പുരുഷന്മാർ തന്നെ. ഈ വിഷയത്തിൽ സ്ത്രീകളുടെ അഭിപ്രായം എല്ലാവരും കണ്ണു തുറന്ന് കേൾക്കണം എന്ന് പറയുന്നു. ഈ ഫോൺ ഓണാക്കുന്ന നേരം പോലും വേണ്ട, ആ സ്ത്രീക്ക് അല്പം മാറി നിന്ന് അയാൾ അറിയാതെ ചെയ്തതാണെന്ന് ആർക്കും മനസ്സിലാകും എന്ന് എന്നോട് സുനിൽകുമാർ പറയുന്നു. ജനാർദ്ദനൻ ഹരിപ്പാട് നിന്ന്. ജനാർദ്ദനൻ, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇങ്ങനെ ഒരു ചാൻസ് ഒരു സമയം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നതാണ്. രാഹുൽ ഈശ്വറിന്റെ വാക്കുകളോടെ ഞാൻ 100% യോജിക്കുന്നു. മറ്റൊന്നുമല്ല, ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നു. സ്ത്രീകളുടെ എല്ലാ പ്രവൃത്തികൾക്കും നല്ല കാര്യങ്ങൾക്കും നല്ലതെന്ന് ഞാൻ പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. കാര്യം ഇപ്പൊ തന്നെ ഈ ഒരു പ്രശ്നം തന്നെ അങ്ങേറ്റം വ്യക്തമാണ്. അപ്പൊ കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. കുറെ പ്രതികരണങ്ങൾ വരുന്നു, വ്യക്തമാണ്. അപ്പോൾ കൂട്ടുകാരന് ബ്ലഡ് കൊടുത്തിട്ട് പോകുന്ന വഴിക്കാണ് സംഭവം ഉണ്ടായത് എന്ന് ജയകുമാർ എന്നോട് പറയുന്നു. അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ പ്രേക്ഷകർ ഇന്ന് വിളിച്ചാൽ പുരുഷന്മാരെ ഓടിച്ചു വിടുമെന്ന് സുനിൽകുമാർ. അങ്ങനെയല്ല, ഞാൻ ഇന്ന് കുറേ ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പരമാവധി ഇതൊരു സ്ത്രീകളെയും കൂടി ഇൻവോൾവ് ചെയ്യുന്നൊരു വിഷയമാണ്. അപ്പോൾ പല സ്ത്രീകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അവർക്ക് അഭിപ്രായം പറയാൻ താല്പര്യമുണ്ട്. പക്ഷേ ഈ പുരുഷന്മാർ ശ്രമിക്കുന്ന അതേ വേഗതയിൽ ഇങ്ങനെ ഫോൺ കണ്ടിന്യൂസ് ആയി അവർക്ക് ശ്രമിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കാം. അവരെയും കൂടി ബാധിക്കുന്നൊരു വിഷയമാണല്ലോ. അപ്പോൾ കവിത എന്നോടൊപ്പം ചേർന്ന് കരമനയിൽ നിന്നാണ്. ശ്രീമതി കവിത, കരമനയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? സാറ് വളരെ വളരെ കഷ്ടമായിപ്പോയി, വളരെ കഷ്ടമായിപ്പോയി. ആ പയ്യൻ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ആ ബസ്സിനകത്ത് നിൽക്കുന്നേ ഉള്ളൂ. ഞാനും ഒക്കെ ബസ്സിൽ യാത്ര ചെയ്യണേന്ന്. പക്ഷെ സാധാരണ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ദുരനുഭവങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാകാറുണ്ടെന്ന് അവർ പറയാറുണ്ടല്ലോ. ഒന്നുണ്ട്, നമ്മളത് ഒതുങ്ങി പോണം. ബസ്സാവുമ്പോ പലതും പല ആണുങ്ങൾ പല രീതിയിലാണ്. നമ്മൾ ഇതിനെയൊക്കെ എടുത്തിട്ട് ഈ വീഡിയോയിലൊക്കെ ഇട്ട് നാണക്കേടല്ലേ. അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാർ വയ്ക്കരുത്, എനിക്ക് സമയം തരണം. കാരണം ബലാത്സംഗത്തിന് ഇരയാവാൻ വേണ്ടി പോയിട്ട് അവൻ മാത്രമാണ്, രാഹുൽ മാത്രമാണ് ഇപ്പം പ്രതി. അവർക്ക് ഒരു തെറ്റുമില്ല. അതൊക്കെ മോശമല്ല. ആണുങ്ങളെ മാത്രം ഇങ്ങനെ കുറ്റാരോപണമാക്കണത് ശരിയല്ല. സ്ത്രീകൾക്ക് പക്ഷെ ആ കേസ് ഈ കേസ് ഒന്നാണോ? മറ്റേത് ഒരാൾ ഇങ്ങനെ സ്ത്രീകളെ കരുതിക്കൂട്ടി, എനിക്കറിയില്ല, പക്ഷെ പോലീസ് പറയുന്നത് കരുതിക്കൂട്ടി വെണിയിലാക്കാൻ നോക്കുന്നു, എന്നിട്ട് ഉപയോഗിക്കുന്നു, വലിച്ചെറിയുന്നു. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ ഒരു മനുഷ്യൻ ആകസ്മികമായി ബസ്സിൽ പോകുമ്പോൾ ബാഗ് ഉയർത്തുമ്പോൾ 2 കൈകൾ ഉയരുന്നു, അത് സ്ലോ മോഷനിലിട്ട് അയാളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അത് രണ്ടും തമ്മിൽ രണ്ടല്ലേ? എന്റെ അടുത്ത് വന്നിരുന്നിട്ടുണ്ട് എത്രയോ ആണുങ്ങൾ നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യരുത്.
നമുക്ക് മൈൻഡ് ചെയ്യരുത്. അവര് സ്റ്റോപ്പെത്തുമ്പോ അവര് ഇറങ്ങിപ്പോകും. നമുക്ക് ഇതുവരെയ്ക്കും ഒരു ശല്യം ഉണ്ടായിട്ടില്ല. പല ആണുങ്ങളും പല രീതിയാണ്. ഇതിലേക്ക് എടുത്ത് വീഡിയോയിലിട്ടാ ഇടാൻ പോയാൽ വല്ല അവസാനം ഉണ്ട്. ഈ പെൺപിള്ളേർ ഇങ്ങനെ ഇറങ്ങി തുണിച്ച എന്ത് ചെയ്യും? എല്ലാ ആണുങ്ങളും ഓട്ടമാണ് ഇവരെ വിചാരം. ശ്രീമതി കവിത എന്താണ് ജോലി, എന്താ ചെയ്യുന്നത്? വീട്ടമ്മയാണോ? അതെ, ഞാൻ വീട്ടമ്മയാണ്. അല്ല, ആണുങ്ങൾക്ക് മാത്രമേ ഉള്ള കുറ്റം. ഈ പെണ്ണുങ്ങൾക്കൊന്നും ഒരു കുറ്റമില്ലേ? ബലാത്സംഗത്തിന് ഇരയാവാൻ വേണ്ടി പോയിട്ട് അവൾ പറയുന്ന അവളെ ബലാത്സംഗം ചെയ്തെന്ന്. ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ വീട്ടിലുള്ള അച്ഛനും അമ്മമാരും പറയണ്ടേ? അപ്പൊ ബലാത്സംഗത്തിന് ഇരയാവാൻ പോണതിന് മുമ്പ് അയാളെ വീട്ടിൽ അച്ഛനും അമ്മയുടെ അടുക്കെ പറയാത്തുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പറയാത്തുണ്ട്, ഒരു അഡ്രസ്സുള്ള ഒരു പാർട്ടിയുടെ കോൺഗ്രസ് അവരുടെ പറയാത്തുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലാത്ത കുറ്റമില്ല. അതൊക്കെയാണ് ശരി. പെണ്ണുങ്ങൾ ഇതാണ് ശരി ചെയ്യുന്നത്. ഒരു കുറച്ച് വോട്ടിന് വേണ്ടി ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഈ പെൺകുട്ടി കാണിച്ചത് വളരെ മോശമില്ല. 2 പെൺപിള്ളേർ കാണിച്ചത് തെറ്റാണ്. കൊടുക്കാൻ വേണ്ടിയിട്ട് ജീവിക്കരുത്. ഓക്കെ, അപ്പൊ നിഷ കൂടി എന്നോടൊപ്പം ചേരുന്നത് ഇടുക്കിയിൽ നിന്നാണ്. ശ്രീമതി നിഷ. ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം. അത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഞാനും ഒരു അമ്മയാണ്, ഒരു സ്ത്രീയാണ്. പക്ഷെ നമ്മൾ പൊതുതരത്തിൽ ഇറങ്ങുമ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് സാറേ. പറയൂ. ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. നിഷ കേൾക്കാം. ടെലിഫോണിൽ എന്നോട് സംസാരിക്കും. TV ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഈ കുഴപ്പം പറ്റുന്നത്. അത് നമ്മൾ എന്താണെന്നറിയോ? നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കുറെ ശ്രദ്ധിക്കാനുണ്ട് സാറേ. കാരണം മൊബൈൽ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടെന്ന് വിചാരിച്ച് എല്ലാം കയറി അങ്ങോട്ട് ഒരു റെക്കോർഡ് പോലെ ഇത് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. മാത്രമല്ല, അവർക്ക് നമ്മളൊരു ബസ്സിലോ അല്ലെങ്കിൽ മറ്റുള്ളവരോ യാത്ര ചെയ്യുമ്പോൾ ആ കുട്ടീനെ ശ്രദ്ധിച്ചാൽ അറിയാം, ആ പെൺകുട്ടി മുട്ടാനായിട്ട് കയറിയ പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ശരിക്കും ആ പുരുഷനെ, ആ ചെറുപ്പക്കാരനെ പീഡിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവരൊന്നും ചെയ്യാതെ തന്നെ ഇവര് വീഡിയോ എടുക്കുന്നു. ഇവർക്കൊരു ലൈക്കിന് വേണ്ടി, കേവലം ഒരു ലൈക്കിന് വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതം തെളിവെടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പൊതുവേ എല്ലാ സ്ഥലത്തും ഇപ്പൊ പെണ്ണുങ്ങൾക്ക് നീതി വേണ്ടെന്നല്ല, എത്രയോ കുഞ്ഞുങ്ങളെ നമ്മൾ പീഡിപ്പിക്കുന്നു, കൊല്ലുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിനൊക്കെ സത്യസന്ധമായ നീതി നടപ്പിലാക്കണം, വേണ്ടെന്നല്ല. പക്ഷെ ഇത് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതം എന്താണെന്ന് അറിയാതെ, അന്വേഷിക്കാതെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി ഇപ്പൊ ആ അമ്മയുടെ ഒക്കെ കണ്ണുനീര് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം അവരുടെ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വില എന്താണെന്ന് അറിയുള്ളൂ. ഈ കാണുന്ന കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് കുറെ ലൈക്കും മേടിച്ച് കുറെ സന്തോഷിച്ച് അങ്ങോട്ട് പോവാം. പക്ഷെ അവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല. അതാണ് ശരിക്കും നടക്കുന്ന കാര്യങ്ങൾ. ഇതിനൊക്കെ കുറെ നിയമപരമായിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരാനുണ്ട്. സർക്കാരാണെന്നുണ്ടെങ്കിലും നിയമപാലകരാണെന്നുണ്ടെങ്കിലും സാറേ. കാരണം ഒത്തിരി നമ്മളിവിടെ അടുത്ത് തന്നെ വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരന്റെ ഒരു ജീവിതം തകർത്തെറിഞ്ഞതാണ്. ഒരു അച്ഛനും അമ്മയും ലക്ഷന്മാരാണ്. ഒരു കുളത്തിൽ നിന്ന് മീൻ പിടിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും എന്നിട്ട് തല്ലുണ്ടായപ്പോ ഇവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഒറ്റ മകളേ ഉള്ളൂ. 2 സഹോദരങ്ങൾക്ക് ഒരു മകളേ ഉള്ളൂ. പിന്നെ LLBക്ക് പഠിക്കുന്ന കുട്ടിയാണ്. എന്നിട്ട് ആ കുട്ടീനെ ഇത് ഡ്രസ്സ് മാന്തി പൊളിച്ചിട്ട് ഡ്രസ്സൊക്കെ കീറിയിട്ട് അച്ഛനും അമ്മയും ലക്ഷന്മാരാണെന്ന് ഓർക്കണം. അവര് നേരെ കൊണ്ടുപോയി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആക്കിയിട്ട് പറയാണ് പീഡിപ്പിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് കേസ് അങ്ങോട്ടാക്കി. ചെറുപ്പക്കാരന്റെ 3-4 കുഞ്ഞുങ്ങളും ഉണ്ട്. അവർ ചെറിയൊരു കട വെച്ച് നടത്തുന്നതാണ്. അവരെ അവസ്ഥ കണ്ണീരിലാണ്. കാരണം ചെറിയ കാര്യങ്ങൾക്ക് പീഡനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഫോണിൽ കോപ്രായങ്ങൾ, ഈ ഫോൺ ഉണ്ടായിട്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തമാണ്. അപ്പൊ കൂടുതൽ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അതായത് അങ്ങേക്ക് പറയാനുള്ളത് പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്നോടൊപ്പം കൊല്ലത്തുനിന്ന് സിനി ചേരുന്നുണ്ട്. സിനി. ഹലോ. ഇവിടെ ഈ കുടുംബത്തിന് നീതി കിട്ടുമെന്ന് സിനി പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ എന്താണ് സിനി ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ സിനിക്ക് മനസ്സിലാകുന്നത്? തീർച്ചയായും കിട്ടണം. അതെന്താന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ഈ സംഭവമല്ല, കുറച്ച് നാളുകൊണ്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാനൊരു വീട്ടമ്മയാണ്, സ്ത്രീയാണ്, പെൺകുഞ്ഞിന്റെ അമ്മയുമാണ്. പക്ഷെ എനിക്കൊരു ഭർത്താവ്, നാളെ എന്റെ ഭർത്താവിനെ നേരെ ഇങ്ങനെ വന്നാൽ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. സാഹചര്യങ്ങൾ ഇപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ആണായാലും പെണ്ണായാലും നമ്മള് ബസ്സിലൊക്കെ നമ്മള് എല്ലാ വാഹനങ്ങളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. ജോലി സംബന്ധമായ ആൾക്കാർ തിരക്കുള്ള വണ്ടിയിൽ അല്ല തിരക്ക് അത് നോക്കൂല. നമ്മൾ സമയത്ത് എല്ലാം വേണ്ടി ചാടി പിടിച്ച് നമ്മൾ വണ്ടി കയറി പോവാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ സ്ത്രീയും പുരുഷനും ഒട്ടി നിൽക്കുന്ന എത്രയോ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മള് ആണായാലും പെണ്ണായാലും നമ്മള് സുരക്ഷിതമായി നിൽക്കുക, നമ്മളെ ആരും ഒന്നും ചെയ്യത്തില്ല. നമ്മൾ അങ്ങോട്ട് ചെന്ന് എന്നെ പിടിക്കുന്ന നിന്ന് കൊടുത്താൽ ആണുങ്ങളെ ഇപ്പൊ ആണുങ്ങളുടെ സ്വഭാവം നമ്മൾ മാറ്റി എഴുതാൻ പറ്റുമോ? ഓരോരുത്തരുടെ സ്വഭാവം ഓരോരുത്തരുടെ ഉള്ളിലുള്ള നമ്മളൊന്നും തിരഞ്ഞു പിടിക്കാൻ പോകുന്ന ഇതല്ല. പലതിലുള്ള വ്യക്തിത്വം ഓരോരുത്തരുടെ ഉള്ളിലുള്ളത്. അപ്പൊ നമ്മളത് അതേപോലെ നമ്മൾ അങ്ങോട്ട് നിൽക്കുന്ന പോലെ നമ്മൾ ഇങ്ങോട്ട് നിൽക്കത്തുള്ളൂ. അതാണായാലും പെണ്ണായാലും.
പക്ഷെ ഈ ഒരു കുടുംബത്തിന്റെ കാര്യം നമ്മൾ നോക്കിയാൽ ഭയങ്കരമായ സങ്കടം തോന്നുന്നു. കാരണം അപ്പൊ ആ സ്ത്രീ വീഡിയോ എടുക്കുന്ന സ്ത്രീ ആ മോഹം തന്നെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ റീച്ച് കിട്ടും. ഇപ്പൊ പലരും പറഞ്ഞ റീച്ച് കിട്ടാൻ വേണ്ടി ആയിരിക്കാം. കാരണം ഇപ്പൊ ഒരു പൊടിക്കുഞ്ഞിന്റെ കൈ വരെ ഈ ഫോണിന്റെ സമയമായി. ഇപ്പൊ ഏത് കുഞ്ഞുങ്ങളുടെ കൈ നോക്കിയാലും മൊബൈലുണ്ട്. നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഈ കൊറോണ വന്നതിന് ശേഷം ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ എല്ലാം കയ്യിൽ മൊബൈലുണ്ട്. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾ പഠിക്കുക, എന്ത് നടക്കും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതേപോലെ ഓരോ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ ചെയ്യുന്ന കണ്ടും കുഞ്ഞുങ്ങൾ കണ്ട് വളരുക. പല പല സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ എന്തെല്ലാം വൃത്തികൾ കളിക്കും നമ്മൾ അറിയുന്നില്ല. ഈ ഫോണിൽ വ്യക്തമാണ്, കൃത്യമാണ്. ഓക്കെ, അപ്പൊ ഷൈബ എന്നോടൊപ്പം ചേരുന്നു പാലക്കാട്. ഷൈബ, പാലക്കാട് എവിടുന്നാ വിളിക്കുന്നത്? ചെർപ്പളശ്ശേരി. ചെർപ്പളശ്ശേരി നമ്മുടെ പൊതുവേദിക്ക് ഇഷ്ടംപോലെ പ്രേക്ഷകരുണ്ട് കേട്ടോ. അവിടെ 1-2 ആളുകൾ, ഗോപൻ ഒക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഇന്നെന്താ വിളിക്കുകയായിരിക്കും എല്ലാ ദിവസവും. അപ്പോൾ ശ്രീമതി ഷൈബ വീട്ടമ്മയാണോ? വീട്ടമ്മയാണ്. ബസ്സിൽ നിരന്തരം യാത്ര ചെയ്യുന്ന ആളാണോ അതോ വല്ലപ്പോഴും പോകുന്ന ആളാണോ? അല്ല, ഞാൻ സ്ഥിരം ബസ്സിൽ യാത്ര ചെയ്യുന്ന ബസ്സിൽ സ്ത്രീകൾ സാധാരണ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ഈ സ്ത്രീ അങ്ങനെ തനിക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്തതാണോ? എന്താണ് തോന്നുന്നത്? അത് റീച്ച് കിട്ടാൻ വേണ്ടി? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. അവള് ബസ്സിൽ കയറിയപ്പോ തന്നെ വീഡിയോ ഓൺ ആക്കിയിട്ടാണോ കയറിക്കണത്? ഇപ്പുറത്തെ ഭാഗത്ത് അവള് നിൽക്കുമ്പോ തന്നെ വീഡിയോ ഓണാണ്. പിന്നെയാണ് ഈ പ്രശ്നം നടന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കിലേക്ക് മാറി നിൽക്കുന്നത്. അപ്പൊ ഇവള് ഇതിന് വേണ്ടി മാത്രം കയറിയതല്ലേ ആ ബസ്സില്? അതൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഇതൊരു ഇരയെ കിട്ടി റീച്ച് കൂട്ടാനുള്ള ഒരു ശ്രമമാണ് നടന്നതെന്നാണ്. ഒരു ശ്രമമാണ് ഇത് നടന്നിരിക്കുന്നത്. അയാളെ അല്ലെങ്കിൽ വേറൊരാളെ കൊടുക്കാന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആ സ്ത്രീ ബസ്സിൽ കയറിയത്. അവള് വീഡിയോ ഓൺ ആക്കിയിട്ടാണ് ബസ്സിൽ കയറി നിൽക്കുന്നത്. അത് ആർക്ക് വേണമെങ്കിലും നോക്കിയാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. യെസ്, വ്യക്തമാണ്. അപ്പോൾ ഷൈബ ചെർപ്പളശ്ശേരിയിൽ നിന്നാണ് ഷൈബ വിളിച്ചത്. അപ്പോൾ നമ്മുടെ പൊതുവേദിയുടെ ഒരു പ്രേക്ഷക എന്ന് പറഞ്ഞാൽ സന്തോഷം. വളരെ നന്ദി അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. അപ്പോൾ രാഹുൽ ഈശ്വറിനുള്ള സപ്പോർട്ട് കൂടുന്നു. പല ആളുകളും രാഹുൽ ഈശ്വർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ പലരും രാഹുൽ ഈശ്വറിൻ്റെ പുരുഷ കമ്മീഷൻ എന്ന ആവശ്യത്തോട് കൂടുതൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വരികയാണ്. അതുപോലെ ഈ ഹണി ട്രാപ്പ് കേസും കൂടി എടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ക്രിസ് എന്നോട് പറയുന്നത് ഹേർഡ് ദാറ്റ് ഷി ഓൾവേസ് ട്രാവൽ ബൈ ഹെർ ഓൺ കാർ ആൻഡ് ടു ട്രാപ്പ് മെൻ ഷീ ട്രാവൽ ദാറ്റ് ഡേ ബൈ ബസ് എന്നാണ്. അപ്പോൾ സാധാരണ കാറിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ഇത് ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി അന്ന് ബസ്സിൽ കയറിപ്പോയതാണെന്നാണ് മനസ്സിലാകുന്നതാണ് ക്രിസ് എന്നോട് പറയുന്നത്. അപ്പോൾ ഇന്ന് ഗോളാന്തരം എന്നോട് പറയുന്നു പുരുഷന്മാരെ ഇന്ന് വിളിക്കേണ്ടെന്ന് പറയാൻ, മണിമല ചേട്ടനോട് പ്രത്യേകിച്ച്. അപ്പോൾ മണിമല പാവം ലാസ്റ്റേ വിളിക്കാറുള്ളൂ, അതല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പല സ്ത്രീകളും മെസ്സേജ് അയക്കുകയാണ്. അവർക്ക് ഇപ്പം നമുക്ക് സ്ത്രീകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ ധാരാളമുണ്ട്, പക്ഷേ അവർക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള വലിയൊരു പരാതി അവർ ഉന്നയിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടുതൽ അവർക്കൊരു അവസരം കൊടുക്കുന്നത്. അപ്പോൾ മണിമല പറയുന്നുണ്ട് ഞാൻ വൈകിയെ വിളിക്കാറുണ്ട്. ശ്രീമതി ജയ എന്നോടൊപ്പം ചേർന്ന് കൊല്ലത്തു നിന്നാണ്. ശ്രീമതി ജയ. ശ്രീമതി ജയ, കേൾക്കാമോ? നമസ്കാരം മനു. നമസ്കാരം. മനു, ഇത് ദീപക്കിന് നീതി കിട്ടുമോന്നുള്ള ക്യാപ്ഷൻ എനിക്ക് തോന്നുന്നില്ല നീതി ലഭിക്കുമെന്ന്. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, അതുപോലെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഇലയെന്ന് മുള്ളി വീണാലും മുള്ളി എന്ന് ഇല വീണാലും ഇലക്കാണ് കേട്. അത് ഇപ്പൊ തിരിച്ചു പറയേണ്ടിയിരിക്കുന്നു. അപ്പം ഇത് ആ പെണ്ണ് വീഡിയോ ഓൺ ചെയ്തിട്ട് ബസ്സിൽ കയറിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ക്യാപ്ചർ ചെയ്യാൻ എങ്ങനെ പറ്റും അല്ലെങ്കിൽ? അപ്പൊ നമ്മളൊക്കെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ബാഗിൽ തന്നെയാണ് മൊബൈൽ ഇട്ടേക്കുന്നത്. പക്ഷേ ഈ സ്ത്രീകൾ പലപ്പോഴും എന്നോട് പല സ്ത്രീകളും പറയുന്നു ഈ ബസ്സിലൊക്കെ പലതരത്തിലുള്ള ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് പ്രതിരോധിക്കാൻ ഉള്ള ഒരു നീക്കം എന്ന നിലയിൽ ഇതിനെ കാണാൻ പറ്റുമോ? അല്ല മനു, അത് നമ്മുടെ ദേഹത്ത് ഒരാള് തട്ടുവാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ പ്രതികരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കണം. അപ്പൊ കൃത്യമാണ്, അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ ഞാൻ ഇടപെടുന്നത് എന്താന്ന് വെച്ചാൽ ലണ്ടനിൽ നിന്നൊരു പ്രേക്ഷക വിളിക്കുന്നുണ്ട്, സവിത. ശ്രീമതി സവിത. ഹായ് മനു. ഗുഡ് ഈവനിങ്. അവിടെ ഇപ്പൊ കുറെ കൂടെ ഇതായി അല്ലേ? സമയം എന്താണ് അവിടെ? മോർണിംഗ്. അപ്പൊ ഗുഡ് മോർണിംഗ് ആണ്. ഓക്കെ, ഞാനിവിടെ വൈകുന്നേരമുള്ള, അപ്പൊ അതാണ് ഞാൻ ഗുഡ് ഈവനിങ്, അതാണ് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ ഗുഡ് മോർണിംഗ്. അപ്പൊ ശ്രീമതി സവിത ലണ്ടനിലാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അതൊരു നല്ലൊരു ഇതാണ്. അപ്പൊ നമ്മുടെ പൊതുവേദി കാണുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പൊ ശ്രീമതി സവിത ഈ വിഷയമൊക്കെ കേട്ടോ, ഇവിടെ നടക്കുന്ന ഈ കോലാഹലങ്ങളും ബഹളങ്ങളും ഒക്കെ കേരളത്തിൽ? തീർച്ചയായും. ഞാൻ കേരള ന്യൂസ് റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. എന്റെ ഹസ്ബൻഡിന് തന്നെ. അതിൻ്റെ അകത്ത് ഇത് ഒരുപാട് സങ്കടം തോന്നി. ദീപക്, ഞാൻ കോഴിക്കോട് മിംസിലൊക്കെ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗോവിന്ദപുരമൊക്കെ ഒരുപാട് പരിചയമായ ഏരിയയാണ്. ദീപകിനെ അറിഞ്ഞതുകൊണ്ടല്ല.
പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ആൺകുട്ടിയായതും പെൺകുട്ടിയായതും നമുക്ക് ഫ്യൂച്ചറിൽ അവർക്ക് ഇങ്ങനെയൊന്ന് വന്നാൽ അതെന്നെ ബോധർ ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്തണം. ഞാൻ ചെയ്ത തെറ്റല്ലാന്ന് അവർ ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെയ്തോട്ടെ, ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ ന്യൂ ജനറേഷൻ ആണെങ്കിലും ആ ഒരു ിലേക്ക് നമുക്ക് എല്ലാവരും അവരെ സ്കൂൾ പഠിപ്പിക്കുന്നതാണെങ്കിലും കോളേജിലാണെങ്കിലും അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കൊടുത്ത് ആ ഒരു മെന്റൽ പവർ വിൽ പവർ ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഡസന്റ് മാറ്റർ, ആർക്ക് പറയാനവത് പറയട്ടെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ധൈര്യം കിട്ടുന്ന രീതിയിൽ എടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പം ദീപക്കിന് നീതി കിട്ടുമോ എന്ന് ചോദിച്ചാൽ എന്ത് നീതി കിട്ടിയിട്ടും എന്താ? ആ പാരന്റ്സിന് മോൻ പോയില്ലേ, അത് കൂടുതൽ ഇനിയിപ്പോ എന്ത് നീതി കിട്ടിയിട്ടും എന്താ? ഒരു പ്രതിയെ പിടിച്ച് ശിക്ഷിച്ചതുകൊണ്ട് ആ കുടുംബത്തിന് അവർക്ക് നഷ്ടമായതൊന്നും നമുക്ക് നികത്താനാകില്ല, തിരിച്ചു കൊടുക്കാനാകില്ല. ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ്, ഏക മകനാണ്. ഞാൻ ശ്രീമതി സബിതയോട് മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ വലിയൊരു ഇഷ്യൂ ആണല്ലോ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം. അപ്പം നമ്മളിപ്പോൾ ലണ്ടൻ, ഞാൻ അവിടെ ഒരു തവണ സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആളുകൾ കുറേ കൂടി സൗഹാർദ്ദപരമായി പെരുമാറുന്നൊരിടം എന്നാണ് ഞാൻ അവിടെ കുറച്ച് ദിവസമേ ഉണ്ടായുള്ളൂ, എനിക്ക് തോന്നിയത്. ശ്രീമതി സവിതയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ലണ്ടനിലെ സ്ത്രീകൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? അവിടെ ഇതുപോലെയൊക്കെ ഉണ്ടോ? നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആൺ പെണ്ണെന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണല്ലോ. പെണ്ണുങ്ങൾക്ക് മുന്നത്തെ സീറ്റ്, പാണുങ്ങൾക്ക് പുറകത്തെ സീറ്റ്, മുന്നിൽ കൂടെ കയറണം പുറകെ കൂടെ കയറണം എന്നൊക്കെ. ഇവിടെ എല്ലാം ഒരു വഴിക്കാണ്, ആണായതും പെണ്ണായതും നിങ്ങൾ അടുത്തിരിക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു ബാഡ് ടച്ചോ അങ്ങനത്തെ ഒരു ഇതും ഇതുവരെ, ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. ട്രെയിൻ ആണെങ്കിലും ട്യൂബ് ആണെങ്കിലും ബസ് ആണെങ്കിലും ഒക്കെ ഞാൻ റെഗുലർ പോകുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു ലണ്ടൻ ക്യൂബൊക്കെ പൊതുവെ സുരക്ഷിതമായ ഒരു ഇടം തന്നെയാണ്. ആളുകൾ അങ്ങനെ കയ്യേറ്റമില്ല അല്ലെ? ഞാൻ പറയുന്നില്ല ഇംഗ്ലീഷുകാരാകണമെന്നില്ല, ഇന്ത്യക്കാരും മറ്റ് ഇവിടുന്ന് പല സംസ്ഥാനങ്ങളിൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ പോയ ഡയസ്പൊറയൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഈ ഒരു ഡിഗ്നിറ്റി പാലിക്കുന്നുണ്ട് അല്ലേ? അതെ, ഇതുവരെ എനിക്ക് അങ്ങനെ കുറെ പേര് അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു റെസ്പെക്ട് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, ഒരാളടുത്ത് തട്ടി നിൽക്കാൻ പാടില്ല എന്നുള്ളത് അതെല്ലാവർക്കും തന്നെ പാലിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടില് അതേസമയം ഇറ്റ്സ് ഓക്കെ എന്നുള്ളതാണ്. ബാഡ് ടച്ച് ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ. ബസ്സിലൊക്കെ ആണെങ്കിൽ ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഒരുപാട് ബസ് യാത്ര ചെയ്തതാണ്. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് അത് ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് എല്ലാവരും എടുത്തോണ്ടിരിക്കുന്നത്. പക്ഷെ അത്രയൊന്നും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവും. ഒരു പണ്ടൊക്കെ ഞാൻ സ്കൂൾ പഠിക്കുന്നൊക്കെ കാലത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതാണ് അതിന്റെ കാര്യങ്ങൾ. അത് പക്ഷെ ഇപ്പൊ ഒക്കെ നന്നാവേണ്ടതാണ്. ഇവിടുത്തെ അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഏതായാലും അവിടെ നിന്ന് വിളിക്കുകയും നമ്മുടെ പൊതുവേദിയിൽ അഭിപ്രായം പങ്കുവെക്കുകയും ഒരു ഗ്ലോബൽ എക്സ്പീരിയൻസ് മലയാളിക്ക് നൽകുകയും ചെയ്തതിലൊക്കെ വലിയ സന്തോഷം. മാത്രമല്ല അവിടുത്തെ മലയാളികളെയൊക്കെ നമ്മുടെ പൊതുവേദിയുടെ ആശംസകൾ അറിയിക്കണം. ഭർത്താവിന്റെ പേര് ഇടയ്ക്ക് പറഞ്ഞു, ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഭർത്താവിനോട് ഒക്കെ അറിയിക്കണം. ഭർത്താവിന്റെ ഞാനൊരു ഒറ്റ കാര്യം കൂടെ പറയാം. ബ്രൈറ്റി ഡേയ്സ് പൊതുവേദിന്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ഹരി അല്ലേ? അതെ, എന്റെ ഭർത്താവ്. അപ്പൊ ഹരിയോട് എന്റെ പ്രത്യേക അന്വേഷണങ്ങൾ പറയണം. ഹരി നമ്മുടെ യൂട്യൂബിൽ എപ്പോഴും വന്ന് കമന്റ് ഒക്കെ ഇടുന്ന ആളാണ്. നൈസ് ടു ഹിയർ ഫ്രം യു. ഓക്കെ, അപ്പൊ അനഘ മാവേലിക്കരയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീമതി അനഘ, ശ്രീ അനഘ. അനഘ ഒരു വിദ്യാർത്ഥിയാണ്. ഈ പുരുഷന്മാരിൽ നിന്നുള്ള അക്രമം ഉണ്ട് എന്നൊരു വലിയ വിഭാഗം സ്ത്രീകൾ പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾ ഇടുമ്പോൾ അതിനെ ആദ്യമൊക്കെ ആളുകൾ സപ്പോർട്ട് ചെയ്തത്. പിന്നെ അത് റീച്ചിനും ലൈക്കിനും ഷെയറിനും ഒക്കെ വേണ്ടി ഇങ്ങനെ മാറി വരുന്നൊരു രീതി ഉണ്ടാകും. അപ്പോൾ വ്യാജ കഥകൾ, വ്യാജ പ്രചരണങ്ങൾ, വ്യാജ ആരോപണങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഇത് എവിടെയാണ് ഒരു ബാലൻസ് ഉണ്ടാകേണ്ടത് അനഘ? ഒരു ട്രെൻഡ് ആക്കി കുറച്ച് ആൾക്കാർ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ശരിക്കും പൊതുശല്യങ്ങളായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ ഞാൻ 2 ലൈൻ ബസ് മാറി പോകുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ചില സമയത്ത് നല്ല ഇടിയായിരിക്കും. ഇടിക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. തലയ്ക്കും ഏണിനും ഒക്കെ നല്ല ഇടി കിട്ടിയിട്ടുണ്ട്.
അപ്പൊ നമുക്ക് ഇപ്പൊ ഒരാൾ നമ്മള് തെള്ളുള്ളൊരു ബസ് ഇടി കിട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് എന്നെ കയറി പിടിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് സാഹചര്യം നോക്കണം, നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന് നോക്കണം. ചില സമയത്തൊക്കെ ബസ്സിന്റെ നടുക്കൊരു പൊസിഷൻ വരും. അതായത് നമ്മൾ ഫ്രണ്ട് ഡോറിലും അല്ല ബാക്ക് ഡോറിലും അല്ലാത്ത അവസരം വരുമ്പോ ഫ്രണ്ടിൽ കൂടെ പോകുന്നതിനെക്കാട്ടും നമ്മൾക്ക് പെട്ടെന്ന് ബാക്കിൽ കൂടെ ഇറങ്ങി പോകാൻ പറയുമ്പോഴും ആ ചേട്ടന്മാർ, എനിക്ക് ഇതുവരെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല, ആ ചേട്ടന്മാർ മാറി നമ്മൾ നോക്കും. ചില എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരു വട്ടം ഇതേപോലെ ഇറങ്ങാൻ നേരത്തെ എന്റെ ബാഗ് അങ്ങാണ്ട് താഴെ വീണപ്പോ അവിടെ ഒരു ചേട്ടൻ മോളെ നാന്ന് പറഞ്ഞ് എനിക്ക് ജനലിൽ കൂടി ഇട്ട് ആ വിൻഡോ വഴി ഇട്ട് തന്നു. അപ്പൊ ഈ നല്ല എക്സ്പീരിയൻസും ഉണ്ട് ബാഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഇതേപോലെ ഒരു വട്ടം ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ ഒരു യൂണിവേഴ്സിറ്റി ആവശ്യത്തിന് തിരുവനന്തപുരത്ത് പോയിട്ട് വരുമ്പം ചെന്നൈ മെയിൽ ചെയ്ത് വെച്ച് എന്റെ ഒരു എന്റെ ഫ്രണ്ടിന് ഒരുത്തൻ തോണ്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്നു, ഇവള് ബാക്കിൽ ഇരിക്കുന്നു. അപ്പൊ ഇവൾ എന്നോട് പറയുന്നുണ്ട് ആരാണ്ട് എന്നെ ഇങ്ങനെ തോണ്ടുന്നുണ്ട്. അപ്പൊ ചെന്നൈ മേലെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം 5:15 എങ്ങാണ്ടാണ് ട്രെയിൻ എടുക്കുന്നത്. നല്ല തെരലായിരിക്കും, നമുക്ക് സൂചി കൊടുത്താൻ ഇടം കാണത്തില്ല. അപ്പൊ ഞാൻ വേറൊരു അങ്കളെ നോക്കി കണ്ണു ഉരുട്ടി ഇയാളാന്ന് വെച്ചിട്ട്. അത് നൈസായിട്ടൊരു വല്യപ്പനായിരുന്നു. പുള്ളി നൈസായിട്ട് അപ്പുറത്തൂടെ കയറി പോയി. അപ്പം നമ്മൾ ആ വ്യക്തി, ഇപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു എന്റെ ഒരു തെറ്റിദ്ധാരണ മൂലം ഞാൻ ആ വ്യക്തിയെ ഷൗട്ട് വല്ലതും ചെയ്തായിരുന്നെങ്കിൽ എന്ത് അവസ്ഥയായി പോയത്. നമ്മള് എപ്പോഴും നമുക്ക് റിയാക്ട് ചെയ്യണം, അല്ലാതെ റിയാക്ട് ചെയ്യേണ്ട സമയത്ത് മിണ്ടായിരുന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലും അല്ല വേണ്ടത്. നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട്, എമർജൻസി പീരീഡ് അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുക, അതിന് പോലീസ് സ്റ്റേഷനിൽ പോവുക. അല്ലാതെ അപ്പൊ ഒന്നും മിണ്ടാതെ ചിരിച്ചു കളിച്ചൊരു വീഡിയോ എടുത്തിട്ട് ആ മനുഷ്യൻ ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല എന്തോ സംഭവിക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് ഇവര് ചെയ്തൊരു കാര്യം തന്നെ ഇവര് ആ വ്യക്തി ഇട്ടു കൊടുക്കുമായിരുന്നു. നിങ്ങൾ സമൂഹം ഇയാളെ അയാൾ എന്ത് ചെയ്ത് നമ്മൾ ആ വീഡിയോ ഉണ്ടല്ലോ, അയാൾ എവിടെ കയറി പിടിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള പൊതുശല്യങ്ങള് ഒരുപാട് പേര് കാണും. ഈ പൊതുശല്യങ്ങൾ കാരണം നാളെ ജെന്യുവിൻ ആയിട്ട് ആരെങ്കിലും വന്ന ആൾക്കാർ ചിലപ്പോൾ അവരെ വിശ്വസിക്കാൻ പേടിയാവും. ഇവരാണോ അവരാണോ ശരി എന്നൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. ഇതുപോലുള്ള പൊതുശല്യങ്ങളെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. ആ വ്യക്തിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. അതുപോലെ താങ്കളുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണോ? അതെ, ഞാൻ ഹെൽത്ത് ഓക്കെ ആണെന്ന് വെച്ചാൽ മരുന്ന് കഴിക്കുന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഷുഗർ ഷൂട്ട് ചെയ്തിരിക്കുന്നു, എന്താണെന്ന് അറിയില്ല. എന്റെ HB ലെവൽ പറഞ്ഞ് ഞാനിങ്ങനെ കിറങ്ങി പോയിരിക്കും. നമ്മളന്ന് എനിക്ക് അനഘ എന്നോട് നമ്മൾ ഒരിക്കൽ സംസാരിച്ചല്ലോ ഞാൻ ഈ ഷുഗറിന്റെ കാര്യം. അപ്പൊ ഇപ്പൊ അത് കുറെയൊക്കെ മെച്ചപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ ഒന്നും കൂടി ഡോക്ടറെ കാണണം എന്നൊക്കെ ഉള്ള ഒരു ധാരണയിൽ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, അപ്പൊ അമ്മയ്ക്കൊക്കെ സുഖമായിരിക്കുന്നു അല്ലേ? അച്ഛനും ഒക്കെ സുഖമായിരിക്കും. ഓക്കെ, അപ്പൊ ടീച്ചർ പ്രതികരിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്, പക്ഷെ അമ്മയ്ക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടി. നിങ്ങളിൽ എനിക്ക് തോന്നുന്നു അനഘയ്ക്ക് ഭയങ്കര ഭാഗ്യമുള്ള ആളാണ്, ലോട്ടറി അടിച്ചു. എനിക്ക് ആക്ച്വലി ഞാൻ കുറെ നാളായി ഇത് വിളിച്ചിട്ട്. അപ്പം ഞാൻ ആദ്യത്തെ വട്ടം എനിക്ക് കോള് പോയി. പെട്ടെന്ന് ഞാനിങ്ങനെ ലാൻഡ് ലൈൻ നമ്പർ യൂസ് ചെയ്യുന്ന ആളല്ല. ഞാൻ വെച്ചത് ഞാൻ വേറെ ആരാണ്ടെ വിളിച്ചെന്ന് ഞാൻ കട്ട് ചെയ്ത്. പിന്നെ ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എനിക്കിന്ന് കിട്ടണേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. ഏതായാലും അപ്പൊ അത് അനഘയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷം. ഓക്കെ, അപ്പം അതാണ് അനഘ ഒരു വിദ്യാർത്ഥിയാണ്, ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ അനഘയുടെ ഒരു പ്രതികരണം വളരെ വളരെ പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ പ്രേക്ഷകർ യൂട്യൂബിൽ എന്നോട് വരുന്ന സെബീന പറഞ്ഞതിനെ ചിലരൊക്കെ ശരിയെന്ന് പറയുന്നുണ്ട്. കോടതി അലിമണി കേസ് ജഡ്ജ്മെൻറ്റ് നോക്കിയാൽ മതി, ജോലിയുള്ള സ്ത്രീകൾക്ക് ഭീകരമായ അലിമണി തുണിയാണ് അവർക്ക് കിട്ടുന്നത്. കോർട്ട് ഇറ്റ് സെൽഫ് ഈസ് ബയസ്ഡ് എന്ന് എന്നോട് ക്രിസ് പറയുന്നു. കോർട്ട് അങ്ങനെ ബയസ്ഡ് ആണോ? പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ത്രീകൾ വലിയ തോതിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം പലപ്പോഴും അവരോടൊരു സഹാനുഭൂതി കാണിക്കുക എന്നുള്ളത് ഒരു ഇന്നത്തെ ഒരു കാലത്ത് നടക്കുന്നതാണ്. പക്ഷേ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനും അതിനെ ദുരുപയോഗം ചെയ്യാനും അതുവഴി റീച്ച് ഉണ്ടാക്കാനും ലൈക്ക് ഉണ്ടാക്കാനും നടക്കുന്നതൊക്കെ അങ്ങേയറ്റത്തെ ക്രൂരതയാണ്. നമ്മളൊരാളോടൊരു ഒരു കരുണ കാണിക്കുന്നത് അയാൾ നേരത്തെ അല്ലെങ്കിൽ ആ വിഭാഗം നേരത്തെ അനുഭവിച്ചിരുന്ന ചില ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നമ്മൾ തന്നെ കണ്ട് നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ദുരവസ്ഥ കണ്ടാണ് ഈ വിഭാഗത്തിന് കുറേയും കൂടി മെച്ചം വേണം, അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരായിരിക്കാം ഈ വിഭാഗം ചിലപ്പോൾ കുറേ പ്രശ്നങ്ങൾ നേരിട്ടാകുമ്പോൾ മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് ഒരു തന്ത്രമാക്കി, അതൊരു ലാക്കാക്കി, അതൊരു ഒരു ഉപാധിയാക്കി ഇങ്ങനെ ഈ പരിപാടികൾക്ക് ഇറങ്ങുന്നത് അത്ര ഒരു ശരിയായ രീതിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കോടതി ബയസ്ഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പൊതുവെ ഒരു സഹാനുഭൂതി കാണിക്കാറുണ്ട് എന്നത് ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അടുത്ത ഇലക്ഷൻ ആകുമ്പോഴേക്കും രക്ഷാപ്രവർത്തകനായി കാരണഭൂതന് ആയിക്കാനുള്ള മെയിൻ കുറേ പേർ റെഡിയായി ഇരിക്കും എന്ന് പറയുന്നു. സുനിൽ പരിഹസിക്കുന്നുണ്ട്. മണിമല എന്നോട് പറയുന്നത്, മണിമലയെ ചിലരൊക്കെ പരിഹസിച്ചിരുന്നു, അദ്ദേഹം ഇന്ന് വിളിച്ച് കുറേ സമയം ചിലവഴിക്കുന്നു. അപ്പോൾ അദ്ദേഹം പലപ്പോഴും വൈകിയ ലാസ്റ്റാണ് വിളിക്കാറെന്ന് എന്നോട് പറയുന്നു. അത് സത്യമാണ്. മാത്രമല്ല എനിക്ക് ഈ മണിമലയോടുള്ള ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പലപ്പോഴും വളരെ
കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് കൂടുതൽ സമയം കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ പൊന്നു ചേട്ടാ ഇന്ന് റെസ്റ്റ് എടുക്കൂ, ഇന്ന് സ്ത്രീകൾ സംസാരിക്കട്ടെ എന്ന് ഗോളാന്തരം പറയുന്നു. ഓക്കെ, അതെ. അപ്പോൾ അത് കുറച്ച് സ്ത്രീകൾ ഇന്ന് ധാരാളം സ്ത്രീകൾക്ക് അവസരങ്ങൾ കിട്ടി. അപ്പോൾ അനഘയൊക്കെ പല തവണ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ എൻഗേജ്ഡ് ആയപ്പോൾ ഇന്ന് ആദ്യമായി ലൈൻ പോയപ്പോൾ അനഘ ഒന്ന് ഞെട്ടി എന്നൊക്കെ എന്നോട് പറഞ്ഞു. കാരണം ഇത് വിളിച്ചാൽ കിട്ടാത്തതിൻ്റെ ഒരു പ്രയാസം. അതുകൊണ്ടാണ് ഞാൻ ആളുകളോട് പറഞ്ഞ് കൂടുതൽ ഇന്ന് സ്ത്രീകൾക്ക് നമുക്ക് ഒരവസരം കൊടുക്കാം. അവർ നേരിടുന്നൊരു വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ സാധാരണ ഈ സ്ത്രീകൾ ബസ്സിൽ യാത്ര ചെയ്യാറില്ല. ഒരു കണ്ടൻറ് ക്രിയേറ്റിന് വേണ്ടി മാത്രം ബസ്സിൽ കയറിയതാണ് ഈ സ്ത്രീ, അതായത് ഈ നമ്മുടെ മുസ്തഫ ഷംജിദ. ഓക്കെ, അതുപോലെ ഫോൺ ഓണാക്കുന്ന നേരം പോലും വേണ്ട ആ സ്ത്രീക്ക് അല്പം മാറി നിൽക്കാൻ. അയാൾ അറിയാതെ ചെയ്തതാണ്, അത് ആർക്കും മനസ്സിലാവും എന്ന് എന്നോട് സുനിൽകുമാർ പറയുന്നു. ഒരു കാര്യം സത്യം, ഇവിടെ പുരുഷന്മാർ തന്നെ ഈ വിഷയത്തിൽ സ്ത്രീകളുടെ അഭിപ്രായം എല്ലാവരും കാത് തുറന്ന് കേൾക്കണം എന്ന് പറയുന്നു ശശിധരൻ പിള്ളை. അത് ശരിയാണ്. അപ്പോൾ സ്ത്രീകളുടെ ഒരു അഭിപ്രായം തന്നെ അവർ തന്നെ ഇത് പറയുകയാണ്. ഇങ്ങനത്തെ ഇതിനോട് അവർക്ക് പോലും യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ക്രിസ് എന്നോട് പറയുന്നു, സെബീന മാഡം അവർ ഈ പെണ്ണ് ചെയ്തത് തെറ്റാണെന്ന് പറയുന്നില്ല എന്ന് പറയുന്നു. തോക്കിലാണ് പ്രശ്നം, അല്ലാതെ ഫയറിലല്ല എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. ഓക്കെ, എൻ്റെ മനു, ഈ ദീപക്കിന് എന്ത് നീതി ലഭിക്കാൻ സദാശിവൻ എന്നോട് ചോദിക്കുകയാണ്. അയാൾക്ക് നീതി നിഷേധിച്ചു എന്ന് മാത്രമല്ല അയാളുടെ കുടുംബത്തിന് തീരാ നഷ്ടമായി. ഇനി ഇത്തരം കൊള്ളരുതായ്മകൾ കാണിക്കാൻ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരായാലും വന്നുകൂടാ എന്ന് പറയുകയും ചെയ്യുന്നു. ഗോളാന്തരം എന്നോട് പറയുന്നു, ബിനോയ് കൊല്ലം താൻ കരയേണ്ട, താങ്കളുടെ പാർട്ടി അറിഞ്ഞിട്ട് നേതാക്കളാണ് കയറ്റിവിട്ടതെന്നൊക്കെ പരിഹസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശശിധരൻ പിള്ളയുണ്ട്, ഗോളാന്തരമുണ്ട്, ഗ്ലാഡിയേറ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്ലാഡിയേറ്റർ എനിക്ക് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഗ്ലാഡിയേറ്ററിന് എൻ്റെയും നമസ്കാരം. ഇങ്ങനെ കാണിച്ച് ഈ സ്ത്രീക്ക് നേരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ എൻ്റെ ജീവനാണ് പോയത്, ഇതിന് തക്കതായ ശിക്ഷ നൽകണം എന്ന് എന്നോട് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു. കവിത അംഗീകരിക്കുന്നു. ചിലർ കവിത നടത്തിയ പ്രതികരണത്തെ ചിലർ കൈയടിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ സബീന പറയുന്നു ജാതിക്കാർഡ് എടുക്കരുത് എന്ന്. ഇവിടെ ജാതിക്കാർഡ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ കമൻറ്റിനകത്തുള്ള ചില തർക്കങ്ങൾ നടക്കുകയാണ്. അക്വേറിയസും ഈ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ദീപക്കിൻ്റെ വാർത്ത കേട്ടപ്പോഴേ സ്ത്രീകളോട് മുഴുവൻ വെറുപ്പ് തോന്നി, പക്ഷേ സ്ത്രീകളുടെ അഭിപ്രായം കേട്ടപ്പോൾ അത് മാറി എന്നാണ്. അപ്പോൾ എല്ലാ സ്ത്രീകളും അങ്ങനെ ഒരു നമ്മുടെ ഈ ഇൻഫ്ലുവൻസറെ പോലെയല്ല. ചിലരല്ല, മിക്ക ഭൂരിപക്ഷം സ്ത്രീകളുടെയും നിലപാട് ഇപ്പോൾ വ്യക്തമായില്ലേ. മുഹമ്മദ് ആരിഫ് എന്നോട് പറയുന്നു, ഇന്ന് പരസ്യം വെക്കരുത്, സ്ത്രീകളുടെ പ്രതികരണം കേൾക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് ആരിഫ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ അത് നല്ലൊരു ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം സ്ത്രീകൾ ധാരാളം ഇന്ന് നമ്മുടെ പൊതുവേദിയിൽ പ്രതികരിച്ചു. അവർക്ക് ഇതിൽ നിന്ന് നല്ല അവസരം കിട്ടി എന്ന് പറയുന്നു. ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നു, ഏതായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. കേരളത്തിലെ ഏറ്റവും വലിയ പുരുഷ ഈര സ്വാമി ഗംഗേശാനന്ദയാണ് പേട്ട സംഭവം ഓർമ്മയില്ലത്. ഓക്കെ, എനിക്കത് ഓർമ്മയുണ്ട്. ഓക്കെ, സന്തോഷ് എനിക്ക് കൈ ഉയർത്തി കാണിക്കുന്നുണ്ട്. മനോജൻ കെ വി പറയുന്നു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട കമൻറ്റുകളല്ലാതെയുള്ള കമൻറ്റുകൾ വായിക്കരുത്, കാരണഭൂതൻ എന്നൊക്കെ പറയുന്ന കമൻറ്റ് ഇതിൽ ഇടാൻ കാര്യമില്ല എന്നുള്ളത്. അത് മനോജൻ പറഞ്ഞ കാര്യം ശരിയാണ്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിനിടയിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ ചീത്ത വിളിക്കേണ്ട കാര്യമില്ല. മുസ്ലിം ലീഗ് കാര്യമാണെന്ന് പറയുന്നു എന്ന് എന്നോട് ആൻ പറയുന്നു. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു, പക്ഷേ മുസ്ലിം ലീഗ് തന്നെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇന്നലെ ചാനൽ ചർച്ചയിൽ ഈ വർഷം ചർച്ച ചെയ്ത അവതാരികയോട് ഷിമിത അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് നല്ലവണ്ണം കാണാനും പറയണം സാർ എന്ന് പറയുന്ന അത് ഞാൻ പറയാം. അവർ കണ്ടിട്ടാണ് ചെയ്തത് കേട്ടോ. ഓക്കെ, പിന്നെ ഈ പൊതുവെ സ്ത്രീകൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഒക്കെ നോക്കിയിട്ടാണല്ലോ ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പുരുഷ പ്രേക്ഷകരുണ്ട്. ഞാൻ സ്ത്രീകളുടെ പ്രതികരണം ഇന്ന് കൂടുതൽ എടുക്കാമെന്ന് വിചാരിച്ചു. ഷാജി, പക്ഷേ ചുരുങ്ങിയ വാക്കുകളിൽ, ഷാജി നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്, ചുരുങ്ങിയ വാക്കുകളിൽ. ഷാജി, ഹലോ, നമസ്കാരം. നമസ്കാരം. യെസ്, ചുരുങ്ങിയ വാക്കുകൾ. ചുരുങ്ങിയ വാക്കിൽ തന്നെ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു തരാം. അതായത് ഈ പെൺകുട്ടി എന്തിനായി ഒളിവിൽ പോയെന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അവളെ യഥാർത്ഥത്തിൽ പിടികൂടുക. പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ആദ്യം ഈ സബീന, കവിത, അനഘ, ജയ ഇവരോടുള്ള നന്ദി ആദ്യം പറയട്ടെ. സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറെ പറയാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും അവരുടെ നിലപാടുകൾ ഒക്കെ ഒരു കൃത്യമായ നിലപാടുകളാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം സംസാരിക്കാം, വ്യക്തമാണ്. അപ്പോൾ സുജിത്ത് എന്നോടൊപ്പം കൊല്ലത്ത്. സുജിത്ത്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ഇപ്പൊ നമ്മള് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാ, ഇവിടെ രാഹുൽ ഈശ്വറിന്റെ എതിർക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നി തുടങ്ങി അല്ലേ? കാര്യമുണ്ടെന്ന് തുടങ്ങി. പുരുഷന്മാർക്ക് എന്ത് ഇത്
എന്റെ സ്ഥലത്ത് തന്നെ എപ്പോഴും തന്നെ ഒരു ബസ്സിൽ കയറുമ്പോൾ കുറെ കൂടെയും ഫ്രണ്ടിൽ കൂടെയും സ്ത്രീകളാണ് കയറുന്നത്. അപ്പൊ രാഹുൽ ഈശ്വർ പറയുന്നിടത്ത് കുറെ കാര്യമുണ്ട്. സ്ത്രീകൾ അങ്ങനെ എന്ത് പറഞ്ഞാലും മുഴുവനായി ഇനി വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നൊരു സംശയത്തിന് അവിടെ വരികയാണ്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നത് ചാത്തന്നൂരിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, ചുരുങ്ങിയ വാക്കുകൾ, നമുക്കിന്ന് തീരെ സമയമില്ലാതായി പോയതുകൊണ്ടാണ് ചുരുങ്ങിയ വാക്കുകളിൽ. ഈ വിഷയത്തിൽ ഇര പുരുഷനായതുകൊണ്ട് പുരുഷന്മാർക്ക് സമയം ഇന്ന് കുറയ്ക്കാൻ പാടില്ല മനു. നമുക്കൊരു ദിവസം വിശദമായി ചർച്ച ചെയ്യാം. നമുക്ക് നാളെ ഇത് വെക്കാം. ഞാനിത് പല ആളുകളും എനിക്ക് പരാതിയായി തന്നെ അയക്കുകയാണ്. പ്രധാനപ്പെട്ട ഇപ്പം സംസാരിച്ചുകൊണ്ടിരുന്നവർ പറഞ്ഞ കണക്കുള്ള കാര്യമല്ല എനിക്ക് പറയാനുള്ളത്. പ്രവൃത്തിക്ക് പ്രധാനമായിട്ടുള്ള 2 കണ്ടന്റ് എനിക്ക് പറയാനുണ്ട്. ഈ പറഞ്ഞവരെല്ലാം എന്താണ് പറഞ്ഞത്? ഒരാൾ പുരുഷന് നീതി കിട്ടണമെങ്കിൽ അവൻ മരിക്കണം എന്ന ഗുരുതരമായ നീതി നിഷേധം, നിയമനിഷേധം. പുരുഷനെ സംരക്ഷിക്കാൻ ഇവിടെ നിയമമില്ല. ഇദ്ദേഹം മരിക്കാതിരുന്ന ഇന്നലെ മുതൽ എനിക്ക് സമാന ദിവസങ്ങളിലൊക്കെ കുറെ സംഭവങ്ങൾ ഇതിന് സമീപ കാലത്തായിട്ട് കുഴപ്പമുള്ളവരുടെ ഇല്ലാവരുടെ ഒക്കെ ക്ലിപ്പിംഗ് ഞാനും താങ്കളും ഒക്കെ കണ്ടതാണല്ലോ. അതിന്റെ യാഥാർത്ഥ്യമൊക്കെ അവരെ മരിച്ചിരുന്നെങ്കിൽ അവർ നിരപരാധികളായേനെ. അതിനർത്ഥം നമ്മുടെ നിയമ സംവിധാനം സ്ത്രീകൾ കൂടുതൽ അവരുടെ പ്രത്യേക സാഹചര്യം വെച്ചിട്ടാണ് അവർക്ക് കൂടുതൽ ഇപ്പോൾ നിയമസഹായങ്ങൾ കിട്ടുന്നത്. താമസിയാതെ മനു, ഈ അവസ്ഥ ഇതൊരു നമ്മളെ ഈ ഒരു ആശുപത്രിയിലെ നമ്മളെ ലൈഫ് ലൈൻ പോലെയാണ്. കയറി ഇറങ്ങി നിൽക്കും. ഇടക്കാലത്ത് സ്ത്രീക്ക് നിയമം നിഷേധിക്കുന്നതുകൊണ്ട് അവൾ നിരാലംബി ആയതുകൊണ്ട് അവൾക്ക് കുറച്ച് നിയമ പരിരക്ഷ കിട്ടി. താമസിയാതെ ആ അവസ്ഥയിലേക്ക് പുരുഷൻ വരാൻ പോവുകയാണ്. സ്ത്രീകൾക്ക് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് പുരുഷന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചില്ലേ? വ്യക്തമാണ്. അപ്പൊ എന്നോട് സുജാത എനിക്ക് മെസ്സേജ് അയക്കുന്നു, വിളിച്ചിട്ട് കിട്ടുന്നില്ല. നമ്മൾ സ്ത്രീകൾക്ക് കുറച്ച് മുൻഗണന കൊടുക്കാം. അതായത് നമുക്ക് സംസാരിക്കാം. അങ്ങ് ദിവസവും നമ്മളെ വിളിക്കുന്ന ആളാണ്. അപ്പൊ ഇന്ന് സുജാത എനിക്ക് 2284 സുജാത, സോറി, എന്താണ് വിളിച്ചിട്ട് കിട്ടാത്തതെന്നല്ല. ഞാൻ കൂടുതൽ സ്ത്രീകളുടെ കോളുകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ശ്രമിക്കും. നമുക്ക് എന്തായാലും സംസാരിക്കാം. അപ്പോൾ ശ്രീമതി മിനി മാവേലിക്കര ടീച്ചർ എന്നോടൊപ്പം ചേരുന്നു. ടീച്ചർ കുറേ നേരമായി ശ്രമിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ സ്ത്രീ ഒരാളെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ബസ്സിൽ കയറി ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ക്രൂരമായി അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിലേക്ക് കൊണ്ട് തള്ളിവിടുന്നതായിട്ടാണോ തോന്നിയത്? അതോ ഒരു കൗതുകത്തിന് ഇത് ചെയ്ത് റീച്ച് കൂട്ടുക എന്നൊരു ചെറിയ ലക്ഷ്യം മാത്രമായിരുന്നു അതിൻ്റെ പുറകിൽ? എന്താണ് ടീച്ചർക്ക് തോന്നിയത് കാണുമ്പോൾ? തീർച്ചയായിട്ടും റീച്ച് കൂട്ടുക എന്നുള്ളത് തന്നെയാണ് മനസ്സാറെ. സത്യം പറഞ്ഞിട്ട് ഒരു ഫാമിലിയില് ആ അച്ഛന്റെയും അമ്മയുടെയും സങ്കടങ്ങൾ ഇവര് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും ഈ സമൂഹത്തിൽ കിടന്നുകൊണ്ട്. ഞാൻ ക്ലാസ്സിൽ ഇന്ന് കയറിയപ്പോ കുട്ടികളോട് ചോദിച്ചു, പിള്ളേർ ഇങ്ങോട്ട് മിസ്സേ വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്തോ? അന്നേരം ആ കുട്ടികളോട് മിസ്സേ ആ അങ്കിൾ ഒന്നും ചെയ്തില്ല. അങ്ങനെ സാറേ ജെനുവിനായിട്ടുള്ള ഒരു തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അതിനോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് കരുതി കൂട്ടി ചെയ്ത ഒരു കാര്യമില്ല സാറേ. ഇതിനകത്ത് എവിടെ സത്യം ഇരിക്കുന്നു? ഈ കുട്ടികളൊക്കെ എന്താ ഇങ്ങനെ ആയി പോകുന്നതെന്ന് സത്യം പറഞ്ഞ. പക്ഷെ ഇവരെ യഥാർത്ഥത്തിൽ ഈ സ്ത്രീ മുതലാക്കാൻ ശ്രമിച്ചത് ഇതുപോലെ പലയിടങ്ങളിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു എന്ന ആ ഒരു വികാരത്തെ, സ്ത്രീകൾ സംരക്ഷിക്കണം അല്ലെങ്കിൽ സ്ത്രീകൾ സംരക്ഷണം അർഹിക്കുന്നു, സുരക്ഷ അർഹിക്കുന്നു, അവർക്ക് സുരക്ഷ നൽകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന്റെ നല്ല മനസ്സിനെയാണ് ഇവർ ലൈക്കും റീച്ചും കൂട്ടാനായി ദുരുപയോഗം ചെയ്തത്, അല്ലേ? തീർച്ചയായിട്ടും അവിടെ വരുന്ന ശരിക്കും ചീറ്റിംഗ് അനുഭവിക്കുന്നവർക്ക് പോലും ഇവിടെ ഇനിയിപ്പോ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഉണ്ടാകാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ഇത് അറിഞ്ഞു ചെയ്തൊരു ഇതായിട്ടാ സാറേ എനിക്ക് തോന്നുന്നത്. ഈ പെങ്കൊച്ച് എന്തോ ചിന്തിച്ചുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? യെസ്, ഏതായാലും വ്യക്തമാണ്. അഭിപ്രായം കൃത്യവുമാണ്. അപ്പോൾ അഭിജിത്ത് ജോസഫ് എന്നോട് പറയുന്നത് ഇതിൽ യഥാർത്ഥ ഇര പുരുഷനാണ്. പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ചാനലുകൾ ഇല്ല. ആകപ്പാടെ ന്യൂസ് 18 മനുച്ചേട്ടനേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അല്ല, എല്ലാവരും ഈ വിഷയത്തിൽ നീതിക്കൊപ്പമാണ്, ശരിക്കൊപ്പമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അഭിജിത്ത് ജോസഫിന് എൻ്റെ ആശംസകൾ. അപ്പോൾ അഭിജിത്ത് ജോസഫിൻ്റെ കമൻറ്റും എനിക്കിഷ്ടപ്പെട്ടു. ദീപകിൻ്റെ അമ്മയും ഒരു സ്ത്രീയാണ്, അതും ആളുകൾ ഓർക്കണമായിരുന്നു എന്ന് പറയുന്നു. നോക്കുന്നതിന് സമയം വീണ്ടും കുറച്ച് ഒരു സെക്കൻഡ് പോലും നോക്കരുത് എന്ന് പറയുന്നു. അതായത് ഈ സ്ത്രീകളെ കുറേ നേരം തുറച്ചു നോക്കിയാൽ ശരിയല്ലെന്ന്. അപ്പോൾ സുജാത കെ എനിക്ക് മെസ്സേജ് അയക്കുന്നു, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന്. അതെന്താണ്? നമ്മൾ പരമാവധി സമയം സ്ത്രീകൾക്ക് കൊടുക്കാനുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നടത്തിയത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ വായിക്കണമെന്ന് പറയുന്നു. ഓക്കെ, സന്തോഷ് മണത്തന എനിക്ക് ഒരു തംസപ്പ് അയക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷ് മണത്തനയ്ക്ക് എൻ്റെ ഇത് ഓക്കെ. പിന്നെ അതോടൊപ്പം
മറ്റൊരു പ്രേക്ഷകൻ കൂടി എന്നോട് പറഞ്ഞു, ആനന്ദിന് ഫോൺ വിളിച്ചിട്ട് അനന്ത്സിന് ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം. ഏതായാലും ഞാനിപ്പോൾ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തത്, പോലീസ് ഗൗരവത്തോടു കൂടി കേസെടുത്ത് പ്രതിയെ പിടികൂടുന്നൊരു സാഹചര്യം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രേക്ഷകരോട് ചോദിച്ചു. അപ്പോൾ നീതി നടപ്പിലാക്കാൻ പോലീസ് മുൻകൈ എടുത്ത് നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ 48% ആളുകൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുള്ളൂ. പക്ഷേ 52% ആളുകൾക്ക് ആ പ്രതീക്ഷയില്ല. അപ്പോൾ പോലീസ് ഇവിടെ കൃത്യമായി ഇടപെടേണ്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. സൈബർ ലോകത്ത് വ്യക്തികളുടെ ആത്മാഭിമാനം തകർക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ ഗൗരവമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗൗരവമായി തന്നെ അത് കാണണം. വ്യാജ ലൈംഗിക ആരോപണങ്ങൾ, പരാതികൾ, സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ അപകീർത്തിപ്പെടുത്തലുകൾ, ഇതൊന്നും അനുവദിച്ചുകൂടാ. വ്യക്തിജീവിതത്തെയും കുടുംബത്തെയും എന്തിന് സാമൂഹിക നിലനിൽപ്പിനെ തന്നെ തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ഒട്ടും തന്നെ പറയേണ്ടി വരും. അപ്പോൾ വ്യാജ പരാതികൾ നൽകുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം. സ്ത്രീകളുടെ ആയാലും പുരുഷൻ്റെ ആയാലും ആത്മാഭിമാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ ഓർക്കുകയും വേണം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.